സദ്ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സംപൂജ്യരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ശ്രീ മഹാദേവൻ്റെ പാദപത്മങ്ങളിലും പരമപവിത്രമായ ഈ യജ്ഞവേദിയിൽ വിരാജിച്ച് അനുഗ്രഹിക്കുന്ന വാസുദേവകൃഷ്ണൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെ 41ാമത് ശ്രീമദ് ഭാഗവത മഹായജ്ഞമാണിത്. ഈ അവസരത്തിൽ ദശമസ്കന്ധത്തിലുള്ള രാജസൂയം, അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായ വിഷയം. നാരദപരീക്ഷയും അതേപോലെ ബാണയുദ്ധവും ഏതാനും നിമിഷങ്ങൾ മുമ്പ് നമ്മൾ ഒത്തൊരുമയോടുകൂടി കേട്ടുകഴിഞ്ഞതേയുള്ളൂ. ഇനി രാജസൂയത്തിലേക്ക് വരുന്നു. രാജസൂയ കഥ ഭാഗവതത്തിൻ്റെ മഹാസന്ദേശത്തെ സമ്പൂർണമായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. ഈ ലോകത്തിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും, മനുഷ്യൻ മാത്രമല്ല ഏതൊരു ജന്തുവും, മൃഗമായാലും പക്ഷിയായാലും അതേപോലെ വൃക്ഷലതാദികളായാലും അവരവരുടേതായ കർമ്മങ്ങൾ, പ്രാരബ്ധത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിൽ നിന്നിട്ട് ഒളിച്ചോടാൻ ആർക്കും സാധ്യമല്ല. അത് ഓരോരുത്തർക്കും ഓരോ പ്രകാരത്തിലായിരിക്കും. എല്ലാവർക്കും ഒരേ കർമ്മമല്ല. വീടിനുള്ളിലുള്ളതായ കർമ്മങ്ങൾ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും അമ്മാവന്മാരോടും ബന്ധുജനങ്ങളോടും അതേപോലെ തന്നെ മക്കളോടും അനന്തരവരോടും ഒക്കെ ഉള്ളതായ കർത്തവ്യങ്ങൾ, നാട്ടുകാരോടുള്ളതായ കർത്തവ്യം, നാടിനോടുള്ള കർത്തവ്യം, രാജ്യത്തോടുള്ള കർത്തവ്യം, ഈ ലോകത്തോടുള്ള കർത്തവ്യം, ഇതെല്ലാം ഓരോരുത്തരും അനുഷ്ഠിക്കണം. അതിൽ ഓരോരുത്തരുടെ കാര്യത്തിലും അവരുടെ പ്രാരബ്ധവുമായി ബന്ധപ്പെട്ട് അല്പാൽപമായിട്ടുള്ള ഭേദങ്ങളുമുണ്ടാകും. അടിസ്ഥാനമെല്ലാം ഒന്ന് തന്നെ. വ്യത്യസ്തതകൾ പ്രാരബ്ധത്താൽ വന്നു ചേരുന്നു. അത് കടന്നുപോയതായ അനേക ആയിരം ജന്മങ്ങളിലൂടെ നമ്മൾ ചെയ്തു വച്ച കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ വ്യത്യസ്തതകൾ ഓരോരുത്തരിലും സംഭവിക്കുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. വിശേഷിച്ചും ഉത്സാഹം എന്നുള്ളതായ ഗുണമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സാധിക്കും. അങ്ങനെ നാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഏത് ഭാവനയോടുകൂടിയായിട്ടാണ് ചെയ്യേണ്ടത്, അത് രാജസൂയ കഥ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ട്
ആളുകളെ, കരുത്തുറ്റ വ്യക്തിത്വങ്ങളെ, രാജാക്കന്മാരെ ഈ രാജസൂയ കഥയ്ക്കകത്ത് നേരിട്ട് കൊണ്ടുവരികയാണ്. രണ്ടുപേരും മഹാകർമ്മങ്ങൾ ചെയ്ത ആളുകൾ, രണ്ടുപേരും അതിപ്രഗത്ഭന്മാർ, ബലശാലികൾ, ജ്ഞാനികൾ ഒക്കെയാണ്. രണ്ടുപേരും ഈ ലോകത്തിൽ ഉത്കൃഷ്ടമായ ഉദാത്തമായിട്ടുള്ള സ്ഥാനത്ത് ഭൗതികമായ മണ്ഡലത്തിലും എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചു. അതിലൊരാൾ അധ്യാത്മമായ മണ്ഡലത്തിലും ഉയർന്ന തലങ്ങളിലേക്ക് ചെല്ലണം എന്നും ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു. അതിലൊരാൾ ഇത് മുഴുവൻ എനിക്ക് ചെയ്യാൻ കഴിയും, എൻ്റെ ബലം കൊണ്ട് ഞാനിതെല്ലാം നിർവഹിക്കും, എൻ്റെ ബലം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരും, എല്ലാവരെയും എൻ്റെ അജ്ഞാനവർത്തികളാക്കി തീർക്കും, അങ്ങനെ ഞാൻ ത്രിലോക ചക്രവർത്തിയായി തീരും എന്ന് ദൃഢമായിട്ട് ഹൃദയത്തിൽ അഹന്തയോടുകൂടി ഉറപ്പിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചയാൾ വേറെ ആരുമല്ല, മഗധയിലെ അധിപതിയായ ജരാസന്ധൻ. എല്ലാം തൻ്റെ കരുത്തുകൊണ്ട് സാധിക്കും. അന്ന് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധവീരനാണ് അദ്ദേഹം, യാതൊരു സംശയവുമില്ല. അതിലും ഗദായുദ്ധത്തിൽ ജരാസന്ധന് തുല്യനായിട്ട് വേറൊരാളെ കണ്ടെത്തുക എളുപ്പമല്ല. അങ്ങനെയുള്ള ആ ജരാസന്ധൻ അങ്ങനെ ആഗ്രഹിച്ചു, അഹന്തയോടുകൂടി പ്രവർത്തിച്ചു, ലോകത്തെ മുഴുവൻ ജയിക്കാൻ പുറപ്പെട്ടു. 20,000 രാജാക്കന്മാരെ, തന്നെ വഴങ്ങാതെ നിന്നവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചു കെട്ടി വലിച്ചിഴച്ച് തൻ്റെ ആ രാജഗൃഹത്തിൽ കൊണ്ടുവന്ന് അവിടെ കാരാഗൃഹത്തിലിട്ടിരിക്കുകയാണ്. എന്തിനാ? അവരെല്ലാം തൻ്റെ യജ്ഞം നടക്കുന്ന അവസരത്തിൽ സംഹരിക്കണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് നേരാവണ്ണം ഭക്ഷണം കൊടുക്കില്ല, അവർക്ക് ആ കാരാഗൃഹത്തിനകത്ത് ജീവിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങളില്ല, നല്ല വസ്ത്രങ്ങളില്ല, ആകെ ഭക്ഷണമില്ലാതെ മെലിഞ്ഞ് രോഗികളെപ്പോലെയായി തീർന്നു ആ 20,000 രാജാക്കന്മാർ. ഇങ്ങനെ താൻ ഉദ്ദേശിക്കുന്നതായ മഹായജ്ഞത്തിലേക്ക് അതുവരെ ചെയ്യേണ്ടതൊക്കെ അയാൾ ചെയ്തു കഴിഞ്ഞു. അയാൾ എതിർത്ത് നിൽക്കാൻ ആരുമില്ല ഭൂമിയിൽ എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യജ്ഞം ഉണ്ടല്ലോ, വിജയിച്ചില്ല. നമുക്ക് എത്ര ഭൗതികമായ ബലവും അറിവും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെന്നിരിക്കലും നാം ധർമ്മത്തെ കൈവിട്ട് കളഞ്ഞാൽ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തൂല. ഈ കഴിവുകളെല്ലാം, ഈ സാമർഥ്യങ്ങളെല്ലാം, ഈ സാഹചര്യങ്ങളെല്ലാം നിഷ്ഫലമായി തീരും. ഈ കഴിവുകൾ എവിടെ നിന്ന് വരുന്നു? നമ്മിൽ നിന്ന് വരുന്നു. പക്ഷെ ആ നാം ആരെന്നറിയണം. ഈ ശരീരമല്ല. ഈ വസ്തുത ജരാസന്ധൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് അയാൾ ജരാസന്ധനായി തീർന്നത്. ശരീരമാണ് ഞാനെന്നുള്ള ബുദ്ധി, ശരീരാത്മബോധം, അതാണ് ജരാസന്ധൻ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നു. അതേപോലെ തന്നെ എൻ്റെ സാമർഥ്യങ്ങളെല്ലാം, എൻ്റെ കഴിവുകളെല്ലാം, എൻ്റെ ബന്ധുജനങ്ങളെല്ലാം എല്ലാം ശരീരവുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് താൻ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി താൻ വരയ്ക്കുന്ന വരയിൽ നിർത്തിക്കും. ഇതായിരുന്നു അയാളുടെ അഹന്ത. അത് ജയിക്കില്ല. കാരണം ഈ കഴിവുകളൊന്നും ശരീരത്തിൽ വരുന്നതല്ല. കലയിൽ സാമർഥ്യം കാണും പലർക്കും, സംഗീതത്തിലും നൃത്തത്തിലും നാട്യത്തിലുമൊക്കെ കാണും സാമർഥ്യം, ശാസ്ത്രങ്ങളിൽ സാമർഥ്യം കാണും, പുതിയ പുതിയ ശാസ്ത്രമണ്ഡലങ്ങൾ കണ്ടെത്തുവാനുള്ള സാമർഥ്യം കാണും, അതേപോലെ തന്നെ പൊതുജനങ്ങളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ സാമർഥ്യം കാണും. ഇങ്ങനെ ബഹുമുഖമായ സാമർഥ്യം ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നമ്മിൽ നിന്നല്ല, നമ്മുടെ ഈ ശരീരത്തിൽ നിന്നിട്ടല്ല, മനസ്സിൽ നിന്നിട്ടല്ല, ബുദ്ധിയിൽ നിന്നിട്ടല്ല, പ്രാണങ്ങളിൽ നിന്നിട്ടല്ല. പിന്നെ എവിടെ നിന്നിട്ടാണ് വരുന്നേ? ഇതിൻ്റെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളിരിപ്പുണ്ട്. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുദേവ കൃഷ്ണൻ അഥവാ സാക്ഷാൽ മഹാദേവൻ. രണ്ടും ഒരാൾ തന്നെ. അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നു. അദ്ദേഹമാണ് നാം. വസ്തുത അതാണ്. ആ വാസുദേവകൃഷ്ണൻ അഥവാ മഹാദേവൻ അഥവാ രാമൻ അഥവാ അയ്യപ്പൻ ആണ് നമ്മൾ. അഥവാ സരസ്വതി ദേവി അഥവാ മഹാലക്ഷ്മി അഥവാ ഭദ്രകാളി, അത് തന്നെയാണ് നമ്മൾ. അവിടെ നിന്നിട്ടാണ് ഈ സാമർഥ്യമെല്ലാം വരുന്നത്. ആദ്യം മറന്നിട്ട് ഇത് മുഴുവൻ എൻ്റെ ശരീരമനോബുദ്ധികളുടെ സാമർഥ്യമെന്ന് ചിന്തിക്കുന്നിടത്ത് എല്ലാവരും തകരുന്നു. ഇതാണ് പൊതുവിൽ ലോകത്തിൽ അധികം പേർക്ക് സംഭവിക്കുന്നത്.
ശരീരമനോബുദ്ധികൾക്കപ്പുറം കുടികൊള്ളുന്ന എൻ്റെ വസ്തു യാഥാർത്ഥ്യം. എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു ഞാനിരിപ്പുണ്ട്. ആ ഞാനിൻ്റെ വസ്തു യാഥാർത്ഥ്യം മറന്നുപോയാൽ പറ്റുന്ന കുഴപ്പം. എന്നാൽ ഇതേ പ്രകാരത്തിൽ ഭാരതഖണ്ഡത്തിൽ അന്ന് കരുത്തനായ വേറൊരു രാജാവ് ഉദയം കൊണ്ടു. അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പാണ്ഡവനായ യുധിഷ്ഠിരൻ. അദ്ദേഹത്തിന് കരുത്തന്മാരായ 4 അനുജന്മാർ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി അർജുനൻ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗദായുദ്ധവീരൻ ഭീമസേനൻ, ഏറ്റവും വലിയ ബലവാൻ കൂടിയാണ് അദ്ദേഹം. പ്രഭഞ്ജനൻ്റെ മകനാണ്, വായുവിൻ്റെ മകനാണ്, എല്ലാം അടിച്ചു തകർക്കുന്നവൻ്റെ മകനാണ്. പിന്നെയോ നകുല സഹദേവന്മാർ, യുദ്ധവീരന്മാർ, മഹാജ്ഞാനികൾ, സുന്ദരന്മാർ, അങ്ങനെയൊക്കെയാണ്. അവരെയെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ജീവിതാശ എന്നുള്ള ആ പാഞ്ചാലി. എല്ലാവരുടെയും അമ്മ ആദിപരാശക്തി കുന്തി ആദിപരാശക്തിയുടെ അവതാരമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ ആദിപരാശക്തിയാണ്, ആദിപരാശക്തിയുടെ അവതാരമാണ്. കുന്തി ആദിപരാശക്തി തന്നെയാണ് എന്നറിഞ്ഞ് ഈ 5 മക്കളും കുന്തിയുടെ ആജ്ഞയെ അനുസരിച്ച് അവസാന നിമിഷം വരെയും പ്രവർത്തിച്ചു. അവരുടെ എല്ലാവരുടെയും ആരാധ്യദേവത, കുന്തി ഉൾപ്പെടെ എല്ലാവരുടെയും ആരാധ്യദേവത ദ്വാരകാധീശനായ വാസുദേവ കൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്നു. അദ്ദേഹം പറയുന്നതേ അവർ ചെയ്യൂ, അദ്ദേഹം പറയുന്നതേ അവർ സങ്കല്പിക്കൂ, അദ്ദേഹത്തെ മുൻനിർത്തിയേ അവർ എന്തും പ്രവർത്തിക്കൂ. ആ മഹാരാജാവ് യുധിഷ്ഠിരൻ ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഈ കഥ നടക്കുന്ന സന്ദർഭം. മഹാഭാരത യുദ്ധത്തിനൊക്കെ വളരെ മുമ്പ്, ചൂതാട്ടത്തിനുമൊക്കെ വളരെ മുമ്പ് ഇന്ദ്രപ്രസ്ഥത്തിലാണ്. ഇന്ദ്രപ്രസ്ഥമാണ് ഇന്നത്തെ ഡൽഹി. ആ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാവായിരിക്കുമ്പോഴേക്കും അദ്ദേഹം ആഗ്രഹിച്ചു, അത് സ്വാഭാവികം, തനിക്ക് ചക്രവർത്തിയാകണം. ഭൗമമായിട്ട് ഒരു മനുഷ്യന് നേടാവുന്നതിൻ്റെ പരമാവധിയാണത്. അതിനുള്ളതായ സന്നാഹങ്ങൾ തനിക്കുണ്ട്, അതിന് പറ്റിയ അനിയന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്, സൈന്യമുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ തനിക്കത് നേടണം. ഏറ്റവും വലിയ തൻ്റെ സഹായം, അതാണ് തൻ്റെ ഭാഗ്യം. അതുകൊണ്ട് തനിക്ക് സാധിക്കും. ആരാ? വാസുദേവകൃഷ്ണൻ. അദ്ദേഹം ദ്വാരകയിലിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ തനിക്ക് ചെയ്യാം എന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചു. അതാണ് എല്ലാം ഭഗവാനെ സങ്കല്പിച്ച്, ഭഗവാനെ മുൻനിർത്തി, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് ചെയ്യുക. ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ്. ഇത് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ കൈയല്ല ചെയ്യുന്നത്. പിന്നെയോ ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ്, വാസുദേവൻ തന്നെയാണ് എന്ന സങ്കല്പത്തിൽ തികഞ്ഞ കർമ്മയോഗിയായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ചക്രവർത്തിയാണ്, മനുഷ്യനാണ്, തപസ്വിയാണ്, തപസ്സിദ്ധനാണ് യുധിഷ്ഠിരൻ. അതുകൊണ്ടാണ് അദ്ദേഹം അജാതശത്രുവായത്, ശത്രുവില്ലാത്തവൻ. ലോകത്തിൽ ആരും തന്നെ അദ്ദേഹത്തിന് ശത്രുവായിട്ടില്ല. എന്താ? ഇതെല്ലാം വാസുദേവകൃഷ്ണൻ്റെ വിവിധ അവതാരങ്ങളാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. അത് നാം എപ്പോൾ മനസ്സിലാക്കുന്നതോ അതോടുകൂടി നമ്മളെല്ലാം അജാതശത്രുക്കളായി മാറും. അതാണ് ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള നേട്ടം. യുധിഷ്ഠിരൻ്റെ ആഗ്രഹം ഭഗവാൻ വന്നിരുന്ന് നടത്തിക്കൊടുത്തു, രാജസൂയം. എന്നാൽ അതേ ഭഗവാൻ തന്നെ ഈ അഹങ്കാരിയായ ജരാസന്ധൻ്റെ ആഗ്രഹത്തെ തകർത്തെറിയുകയും ചെയ്തു. ഇത് രണ്ടും ഒരൊറ്റ ആൾ തന്നെയാണ് ചെയ്തത്, രണ്ടുപേരല്ല. ഇതാണ് രാജസൂയ കഥ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ അനേകമുണ്ട്. അതെല്ലാം ഭംഗിയായി നടക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ, അത് നാം ആഗ്രഹിക്കുന്നതായ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ എന്താ വേണ്ടതെന്ന് ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. യുധിഷ്ഠിരനെ പോലെ സമ്പൂർണമായി ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുക, ഭഗവാനെ അങ്ങ് വന്ന് ഈ രാജസൂയം ചെയ്തു തരണം എന്ന്. എങ്കിൽ ഏതൊരു കർമ്മവും വിജയിക്കും, യാതൊരു സംശയവുമില്ല. ഇത് കർമ്മയോഗമാണ്. ഭഗവത്ഗീതയിൽ കർമ്മയോഗം നാം പഠിച്ചിട്ടുണ്ട്. ഇത് ജ്ഞാനയോഗമാണ്. ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം സാഖ്യയോഗം, അത് ജ്ഞാനയോഗമാണ്. എന്ന് മാത്രമല്ല 7, 8, 9 അധ്യായങ്ങൾ അതെല്ലാം ജ്ഞാനയോഗമാണ്. അതിൻ്റെ എല്ലാം കഥാരൂപമാണിത്. ആ അധ്യായങ്ങളിൽ
വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അർജുനനെ ഉപാധിയാക്കിക്കൊണ്ട് ലോകത്തിന് പറഞ്ഞു തന്നിരിക്കുന്നതായ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം അതാണ് ഇവിടെ യുധിഷ്ഠിരൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഈ കർമ്മമണ്ഡലത്തിലൂടെ നേരിട്ട് കാണുന്നത്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാ ദിവസവും ഭഗവാൻ തൻ്റെ ഭക്തജനങ്ങളോടൊപ്പം, അനുയായികളോടൊപ്പം, സൈനികരോടൊപ്പം, മന്ത്രിമാരോടൊപ്പം രാജ്യസഭയിലെത്തും. നമ്മൾ നേരത്തെ നാരദ പരീക്ഷയിൽ കേട്ടു, 16,008 ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്. എല്ലാ സ്ഥലത്തും പോയി നാരദൻ ഓരോരോ വീടായിട്ട്, ആദ്യം രുക്മിണിയുടെ വീട്ടിൽ പോയി, പിന്നെ ഇങ്ങനെ സത്യഭാമയുടെ വീട്ടിൽ പോയി, ഓരോരുത്തരുടെ വീടുകളിൽ പോയി. ചെന്നപ്പോൾ അവിടെ എല്ലാം ഭഗവാനുണ്ട്. ഈ 16,008 ഭാര്യമാർക്കും പ്രത്യേകം വീടുണ്ടല്ലോ. എല്ലാവരുടെ വീട്ടിലും ഭഗവാൻ എങ്ങനെ വസിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നാരദൻ്റെ പുറപ്പാട്. ചെന്നപ്പോൾ എല്ലായിടവും ഉണ്ട് ഭഗവാൻ. ഒരിടത്ത് അദ്ദേഹം ചതുരംഗം കളിക്കുന്നു, വേറൊരിടത്ത് അദ്ദേഹം പൂജ ചെയ്യുന്നു, വേറൊരിടത്ത് അദ്ദേഹം ഊഞ്ഞാലാടുന്നു, വേറൊരിടത്ത് അദ്ദേഹം കുട്ടികളോടൊപ്പം ഓടിച്ചാടി കളിക്കുന്നു, വേറൊരിടത്ത് അദ്ദേഹം പൂജാദികൾ ചെയ്യുന്നു, നാമം ജപിക്കുന്നു. ഇങ്ങനെ നാരദൻ അന്തപ്പെട്ടു പോയി. ഭഗവാൻ സർവാത്മാവാണ്. അദ്ദേഹം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം തന്നെ വിവിധ വേഷങ്ങൾ കെട്ടി ആടുകയാണ്. ഇങ്ങനെ ഈ 16,008 ഭവനങ്ങളിലും വസിക്കുന്ന വാസുദേവകൃഷ്ണൻ രാവിലെ സദസ്സിലേക്ക്, സഭയിലേക്ക് വരും. 16,008 വീടുകളിൽ നിന്നിട്ടും 16,008 കൃഷ്ണന്മാർ ഇറങ്ങി വരികയാണ്. നമ്മൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. വ്യാസൻ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും, അതേപോലെ തന്നെ ഭടജനങ്ങളും, അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഓരോ വീട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് വലിയൊരു ഘോഷയാത്രയാണ് വരുന്നത്. ആ ഘോഷയാത്രകളെല്ലാം കൂടി ഒന്നായി ഇങ്ങോട്ട് സഭാഗ്രഹത്തോടടുക്കും, ഒന്നായി ചേർന്ന് അവസാനം ഒരൊറ്റ ഘോഷയാത്രയായി, ഒരൊറ്റ ഭഗവാൻ. ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം രണ്ടില്ലാത്തത്. അത് കാണിച്ചു തരികയാണ്. ഈ 16,008 ഒന്ന് തന്നെയാണ്. ഉപനിഷത്താണ് നമ്മൾ ഈ കഥാരൂപത്തിൽ കാണുന്നത്. ഭഗവാൻ അവിടെ വന്നിരിക്കും, എല്ലാവരും അവിടെ വരും, രാജ്യകാര്യ വിചാരങ്ങൾ നടക്കും. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയുള്ളതായ ആളുകളും വന്നു ചേരും, അവരുടെ വാക്കുകൾ കേൾക്കും, അവരുടെ അഭ്യർത്ഥനയ്ക്ക് വേണ്ടുന്ന പരിഹാരം ചെയ്യും, ഒക്കെ ഉണ്ടാവും. അങ്ങനെ അന്ന് ഒരു വിശേഷ സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ദൂരങ്ങളിൽ നിന്നിട്ട് ഒരു ദൂതൻ അവിടെ വന്നു. തത്രൈക പുരുഷോ രാജൻ ആഗതോ അപൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതീഹാരൈ പ്രവേശിത. അപ്പോൾ വളരെ ദൂരെ നിന്നിട്ട് ഒരു മനുഷ്യൻ വന്നു. എവിടെ നിന്നിട്ടാണ് വന്നതെന്ന് നമുക്കറിയാം, മഗധയിൽ നിന്നിട്ട്. അത് ഇപ്പോൾ യാദവന്മാർക്ക്, ആ സഭയിലിരിക്കുന്നവർക്ക് മനസ്സിലായില്ല. ഭഗവാൻ അറിയാം. അവിടെ നിന്നിട്ട് ആ വിദ്വാൻ തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണു. അപ്പോൾ ഭഗവാനെ കാണണം എന്ന് ആ ദൂതൻ ദ്വാരപാലകന്മാരോട് പറഞ്ഞു. ഭഗവാന്റെ അനുവാദം ഇല്ലാതെ, രാജാവിൻ്റെ അനുവാദം ഇല്ലാതെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റില്ല. അവരുടനെ തന്നെ ഭഗവാനോട് പോയി ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു കൊണ്ടുവന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അനുവാദത്തോടു കൂടിയിട്ട് ആ ആളിനെ പ്രവേശിപ്പിച്ചു. ആ ആളെന്ത് ചെയ്തു? സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി. ഈ ലോകത്തിൽ എല്ലാവർക്കും ഈശ്വരനായിരിക്കുന്ന വാസുദേവ കൃഷ്ണനെ ആ ദൂതൻ ദണ്ഡനമസ്കാരം ചെയ്തു. രാജാവിൻ്റെ ദൂതുമായിട്ടാണല്ലോ ഓരോ ദൂതന്മാർ വരിക. അങ്ങനെ വരുമ്പോൾ നമസ്കരിക്കും, വിനയത്തോടു കൂടി തൊഴും, വന്ദിക്കും. ദണ്ഡനമസ്കാരമൊന്നും ചെയ്യില്ല. കാരണം വേറെ രാജാവിൻ്റെ ദൂതനാണ്. ആ രാജാവിൻ്റെ സ്റ്റാറ്റസ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ തൻ്റെ രാജാവിൻ്റെ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ ഇദ്ദേഹത്തോട് ബഹുമാനം കാണിച്ച് തൊഴും, അങ്ങനെയുള്ളൂ. ഇത് അങ്ങോട്ട് ദണ്ഡനമസ്കാരം ചെയ്യുക. അപ്പോൾ യാദവന്മാരെല്ലാം അത്ഭുതപ്പെട്ടു, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാൻ തുടങ്ങുകയാണ്, ഞാൻ വരുന്നത് മഗധയിൽ നിന്നാണ്, ദൂതുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും യാദവന്മാരെല്ലാം അങ്ങോട്ട് ഉഷാറായി. അതിലധികം പേർക്കും ദേഷ്യം വന്നു. മഗധയിൽ നിന്നിട്ട് ദൂതനോ? ജരാസന്ധൻ്റെ ദൂതൻ എന്നല്ലേ ധരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജരാസന്ധൻ്റെ ദൂതനോ? 17 തവണ യുദ്ധം ചെയ്തതാണ് ജരാസന്ധൻ. 24 അക്ഷൗഹിണികളുമായി വന്ന് യുദ്ധം ചെയ്തു. 23 അക്ഷൗഹിണികളുമായി യുദ്ധം ചെയ്തു ഓരോ തവണയും.
അതിനെയെല്ലാം ഭഗവാൻ തകർത്ത് കളഞ്ഞു. ഭഗവാനും ബലഭദ്രനും കൂടി എന്നിട്ട് ജരാസന്ധനെ മാത്രമാക്കി തിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് 18ാമത്തെ തവണ വരുമ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ഇനി സൈന്യങ്ങളെ നശിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ചേട്ടനോട് പറഞ്ഞ് ജ്യേഷ്ഠൻ്റെ അനുവാദത്തോടു കൂടി ദ്വാരക നിർമ്മിച്ച് എല്ലാവരെയും തൻ്റെ മായാബലത്താൽ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ജരാസന്ധൻ 18ാമത് തവണ വന്നപ്പോൾ കൃഷ്ണനെ കണ്ടില്ല. ജരാസന്ധൻ ജയഭേരി അടിച്ചു. എന്നെ കണ്ടിട്ട് ഞാൻ വരുന്നു എന്നറിഞ്ഞിട്ട് പേടിച്ചോടിക്കളഞ്ഞു എന്നൊക്കെ ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചു. അവിടെ നിന്നിട്ട് ദൂതം വരികയോ എന്താ ഇനി യുദ്ധത്തിനാണോ? എന്നാൽ ഈ ജരാസന്ധനെ വച്ചേക്കാൻ പാടില്ല, യുദ്ധം ചെയ്തിട്ട് തന്നെ എന്നൊക്കെ യാദവന്മാർ അന്യോന്യം അങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങി. ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഉള്ളിലിരുന്ന് ഭഗവാൻ ഇത് കാണുന്നു. പുറത്തിരുന്നും അത്രയല്ല, അവരുടെ ഉള്ളിലിരുന്നും ഭഗവാൻ ഇത് കാണുന്നു. ഭഗവാൻ കണ്ടിങ്ങനെ ഉള്ളുകൊണ്ട് ചിരിച്ചു. ആ അവസരത്തിലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ദൂതൻ്റെ വാക്യം, രാജ്ഞാം ആവേദയ ദുഃഖം ജരാസന്ധ നിരോധജം. ആ രാജാക്കന്മാരുടെ ദുഃഖത്തെ ഭഗവാനെ അറിയിച്ചു. യാദവന്മാർ വിചാരിച്ച പ്രകാരത്തിലല്ല, ജരാസന്ധൻ്റെ ദൂതനല്ല ഇയാൾ. പിന്നെയോ കുറേയേറെ രാജാക്കന്മാരുടെ ദുഃഖം. ആ രാജാക്കന്മാർക്ക് ദുഃഖം ഉണ്ടാവാൻ കാരണം എന്താ? ജരാസന്ധൻ അവരെയെല്ലാം പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നു. 20,000 പേരുണ്ട്, അവരെല്ലാം കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നു. ഇനി അവർക്ക് വധം ഉറപ്പാണ്. അവിടെ കിടന്ന് അവർ നരകിക്കുന്നു. അവരുടെ ആ ദുഃഖം, ജരാസന്ധൻ മൂലം ഉണ്ടായിരിക്കുന്നതായ ദുഃഖം, അപമാനം, യുദ്ധത്തിൽ പിടിച്ചു കെട്ടിയപ്പോൾ തന്നെ അപമാനം, അത് കഴിഞ്ഞ് ഈ കഷ്ടപ്പാട്, അത് മുഴുവൻ ഈ ദൂതൻ പറഞ്ഞു കേൾപ്പിക്കുക. അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഈ ബന്ധനത്തെ മോചിക്കാൻ എന്ത് മാർഗം? മോചിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. ഭഗവാന്റെ അടുത്തൊരു ദൂതനെ അയക്കണം. ആരെ അയക്കും? ജരാസന്ധൻ്റെ നാട്ടിൽ ആരും ദൂതനായിട്ട് ഭഗവാന്റെ അടുത്ത് പോവില്ല. ജരാസന്ധൻ അറിഞ്ഞു പോയാൽ അപ്പോൾ ഇടപാട് തീരും. വളരെ രഹസ്യമായി അവർക്ക് വളരെ വിശ്വാസമുള്ള ഒരാളിനെ കണ്ടുപിടിച്ച് അയാളെ പറഞ്ഞേൽപ്പിച്ചു. അയാൾ ആരും അറിയാതെ ഇങ്ങ് പോന്നതാണ്. അയാളത് പറഞ്ഞു. ഇങ്ങനെയാണല്ലയോ ഭഗവാനെ രാജാക്കന്മാരുടെ ദുഃഖം. അവരുടെ വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന. ആർക്കും കൃഷ്ണൻ്റെ സ്വരൂപത്തെ, അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിഭൂതികളെ പൂർണ്ണമായി അറിയാൻ പറ്റൂല. അങ്ങനെ അനാദി അനന്തമായിട്ട് സർവത്ര വ്യാപിച്ച് അനാദി അനന്തമായ വൈഭവങ്ങളോടുകൂടി നിറഞ്ഞു നിൽക്കുന്നയാളാണ് കൃഷ്ണൻ. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ എന്ന് മാത്രമല്ല, പ്രപന്ന ഭയഭഞ്ജന, ആശ്രയിക്കുന്നവരുടെ ഭയങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നവനെ. ആ സംബോധനയ്ക്കൂടെ പ്രത്യേക സാങ്കത്യമുണ്ട്. ഞങ്ങളിത് ആശ്രയിക്കുന്നു അങ്ങയെ, ഞങ്ങളുടെ ഭയത്തെ അങ്ങ് ഇല്ലാതാക്കണം. ആരാശ്രയിച്ചാലും അവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവനാണ് അങ്ങ്. ഇത് നമുക്കും വ്യാസഭഗവാൻ സുഖബ്രഹ്മർഷിയിലൂടെ പറഞ്ഞു തരുന്ന ഒരു വലിയൊരു തത്വമാണ്. അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊള്ളൂ, ഏതൊരു ഭയത്തെയും അദ്ദേഹം ഇല്ലാതാക്കി തീർക്കും. ഇതെല്ലാം നമുക്ക് നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും ഉൾക്കൊള്ളാനും ഉള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, വയം ത്വാം ശരണം യാമോ ഭവഭീത പൃഥഗ്ധിയ. അല്ലയോ ഭഗവാനെ, ഞങ്ങൾ ഭവഭീതന്മാരാണ്. ഭവഭയത്താൽ, സംസാര ദുഃഖത്താൽ ആകെ വേദനിക്കുന്നവരാണ്. മരണത്തെ ഓർത്ത് ഭയക്കുകയാണ്. എന്താ അടുത്ത നിമിഷം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാതെ ഭയക്കുകയാണ്. അങ്ങനെ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് ഈ ക്ലേശം വരാനുള്ള കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ കുഴപ്പം തന്നെ. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ അങ്ങാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അങ്ങേ മറന്നിട്ട് ഞാൻ വലിയ കേമനാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും ധരിച്ചു. അങ്ങനെ ധരിച്ചിട്ട് ഞങ്ങൾ അഹങ്കാരം കാണിച്ചു. കാരണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ രാജ്യം, വലിയ സൈന്യം, ഈ രാജ്യത്തിൻ്റെ കീഴിൽ ലോകത്തെ മുഴുവൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങയെ മറന്ന് ഞങ്ങൾ വേണ്ടാദിനങ്ങളെല്ലാം കാണിച്ചു. അങ്ങനെ അങ്ങയിൽ നിന്ന് വേറെയാണ് ഞങ്ങളെന്നുള്ള ധാരണ മൂലം ഞങ്ങൾക്ക് എന്തു പറ്റി? ഞങ്ങൾക്ക് ഈ വിപത്ത് വന്നു. ഞങ്ങൾ അന്യോന്യം യുദ്ധം ചെയ്തു. ശത്രുവായി കരുതുന്ന രാജാക്കന്മാരുടെ സൈന്യങ്ങളെ മുഴുവൻ സംഹരിച്ചു. അതോടൊപ്പം സ്വന്തം സൈന്യങ്ങളെ കൊലയ്ക്കും കൊടുത്തു. യുദ്ധം നടക്കുമ്പോൾ 2 വശത്തും ആൾ മരിക്കുകയെ. അങ്ങനെ ഞങ്ങളുടെ ആളുകളെയും കൊലയ്ക്ക് കൊടുത്തു. അങ്ങനെ ദുഷ്ടപ്രകൃതികളാണ് ഞങ്ങൾ. എന്താ? അഹന്ത മൂലം.
പൃഥഗ്ധീകളാണ് ഞങ്ങൾ, അങ്ങയിൽ നിന്നിട്ട് വേറിട്ട് നിൽക്കുന്നവനാണ് ഞാനെന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് അഹങ്കരിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ പരസ്പരം ശത്രുവായി കരുതി സ്വന്തം ആളുകളെയും മറ്റുള്ള നാട്ടിലെ ആളുകളെയും കൊലയ്ക്ക് കൊടുത്ത് ഞങ്ങൾ തമ്മിൽ സമരം ചെയ്യരുന്നു. അപ്പോഴാണ് കണ്ടത് ഞങ്ങളെക്കാളും ബലവാനായിട്ട് വേറൊരാളുണ്ട് എന്ന്. ആരാ? ജരാസന്ധൻ. അയാൾ വന്ന് ആക്രമിച്ചപ്പോൾ, ഞങ്ങൾ ഓരോരുത്തരായിട്ട് ആക്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് അയാളോടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനല്ല ബലശാലിയെന്ന് ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. അലയോ ഭഗവാനെ, സ്വപ്നായിതം നൃപസുഖം പരതന്ത്രമീശ ശശ്വദ്ഭയേന മൃതകേന ധുരം വഹാമ. അലയോ ഭഗവാനെ, ഈ രാജാവിൻ്റെ സിംഹാസനം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് എന്നൊക്കെയാണ് ഞങ്ങൾ അതുവരെ ജരാസന്ധൻ വന്ന് ഏറ്റുമുട്ടുന്നവരെ ധരിച്ചു വച്ചിരുന്നു. പക്ഷേ ജരാസന്ധൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഞങ്ങളെ പിടിച്ചു കെട്ടി ഇവിടെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഈ നൃപസുഖം ഉണ്ടല്ലോ, രാജാവെന്നുള്ള നിലയിലുള്ളതായ സ്ഥാനമാനങ്ങളും അധികാരവും ഒക്കെ അതൊക്കെ സ്വപ്നായുധം, സ്വപ്നം പോലെയാണ്. എന്താ സ്വപ്നത്തിൻ്റെ പ്രത്യേകത? അത് യഥാർത്ഥമാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വപ്നം എല്ലാം സത്യമാണ്. സ്വപ്നത്തിൽ എന്തെല്ലാം കാണും? സന്തോഷിപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത്, ഭയപ്പെടുത്തുന്നത് ഒക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം സത്യമാണ് നമ്മൾ വിചാരിക്കും. അതിൽ നിന്നിട്ട് സ്വപ്നത്തിൽ നിന്നിട്ട് ഉണരുമ്പോഴാണ് അയ്യോ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇതൊക്കെ ഇല്ലാത്തത് തൽക്കാലം തോന്നിയതാണല്ലോ എന്ന തിരിച്ചറിവുണ്ടാവുക. അതാണ് സ്വപ്നത്തിൻ്റെ പ്രത്യേകത. സംസാര സ്വപ്നതുല്യോ ഹി രാഗദ്വേഷാദിസങ്കുല. ശങ്കരാചാര്യസ്വാമികൾ പ്രകരണ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ സംസാരം, ഈ ജീവിതം ഉണ്ടല്ലോ അത് സ്വപ്നതുല്യമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് രാഗവും ദ്വേഷവും കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ദമ്പവും അസൂയയും ഒക്കെയുണ്ട്. ഇത് നിറഞ്ഞ മനസ്സുമായിട്ട് ഇതാണ് യാഥാർത്ഥ്യം, ഇതിനപ്പുറത്ത് വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കോലാഹലം ഉണ്ടാക്കി നടക്കുകയാണ് നമ്മൾ. പക്ഷേ ഇത് വെറും സ്വപ്നം മാത്രമാണ്. സംസാര സ്വപ്നതുല്യോഹി സ്വകാലേ സത്യവദ്ഭാതി. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് യഥാർത്ഥവും തോന്നും. അതാണ് ആനയെ സ്വപ്നത്തിൽ കണ്ടു കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭയന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടും. എന്താ? അത് സത്യം എന്നുള്ള വിചാരമാണ്. ആന മുന്നിൽ നിൽക്കുന്നു എന്നുള്ള വിചാരമാണ്. അതാണ് സ്വകാലേ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം തോന്നും. പ്രബോധേ സതി, ഉണരുമ്പോഴേക്കും അസദ്ഭവേത്, അപ്പോൾ അത് അസത്താണ്, ഇല്ലാത്തതായിരുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഉണർന്നു. എപ്പോഴാ? ജരാസന്ധൻ വന്ന യുദ്ധത്തിൽ ഞങ്ങളെ അടിച്ച് തകർത്ത് തറയിലിട്ട് വലിച്ചഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ഈ രാജസുഖം ഒരിക്കലും ശാശ്വതമല്ല, ഇതിൽ അഹങ്കരിക്കാൻ പാടില്ല. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദങ്ങളാണ് ശാശ്വതം. ആ പാദങ്ങളെ ആശ്രയിക്കലാണ് ജീവിതത്തിൻ്റെ പരമമായ ഭാഗ്യം. അതുകൊണ്ടാണ് എല്ലാ വിജയങ്ങളും ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങളിതാ അങ്ങേ ശരണം പ്രാപിക്കുകയാണ്. ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് ഈ ദൂതനെ ഏൽപ്പിച്ച് അങ്ങോട്ട് അയക്കുകയാണ്. അതുകൊണ്ട് തന്നോ ഭവൻ പ്രണതശോക ഹരാഘ്രയുക്തോ, പ്രണതന്മാരുടെ, നമസ്കരിക്കുന്ന ആളുകളുടെ, ആശ്രയിക്കുന്ന ആളുകളുടെ ശോകത്തെ പൂർണ്ണമായും ദൂരീകരിക്കുന്ന പാദപത്മങ്ങളോടുകൂടിയവനാണങ്ങ്. അങ്ങയുടെ പാദത്തെ ധ്യാനിച്ചാൽ മതി, സകല ശോകങ്ങളെയും അങ്ങയുടെ പാദങ്ങൾ ദൂരീകരിക്കും. അതാണ് ആ പാദങ്ങളുടെ പവിത്രത. അങ്ങനെയുള്ള പാദങ്ങളോടുകൂടിയ അല്ലയോ കൃഷ്ണ, ബദ്ധാൻ വിയുങ്ഷ്വ മഗധാഹോയ കർമ്മപാശാത്. മാഗധൻ എന്ന് പേരുള്ളതായ മാഗധൻ, മഗധയിലെ രാജാവ് ജരാസന്ധൻ എന്ന് പേരുള്ളതായ കർമ്മപാശം, കർമ്മബന്ധനം. യഥാർത്ഥത്തിൽ അയാൾ വേറൊരു രാജാവൊന്നുമല്ല, ഞങ്ങൾ തന്നെ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ബന്ധനമാണ്. ആ ദുഷ്കർമ്മങ്ങളാണ് ജരാസന്ധനായിട്ട് ഞങ്ങളെ മുമ്പ് വന്നത്. തിരിച്ചറിഞ്ഞിരിക്കുന്നു, വേദാന്തം അവർക്ക് അനുഭവം കൊണ്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ ജരാസന്ധനാകുന്ന കർമ്മപാശത്തിൽ നിന്നിട്ട് ഞങ്ങളെ വിയുങ്ഷ്വ മോചിപ്പിച്ചാലും ഭഗവാനെ അങ്ങയ്ക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഞങ്ങളെ കൈവിടരുത് എന്ന് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ.
അപ്പോൾ ആ ദൂതൻ അതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. വളരെ വിപുലമാണത്. അതിൽ അങ്ങും ഇങ്ങൊക്കെ ഇങ്ങനെ തൊട്ട് കടന്നുപോയതാണ്. പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴേക്കും യാദവന്മാർക്ക്, സഭയിലിരിക്കുന്നവർക്കൊക്കെ വലിയ ഉത്സാഹമായി. എന്നാൽ ഉടൻ തന്നെ പുറപ്പെടാം. ഏതായാലും ഇങ്ങനെ ദൂതമെന്ന് പറഞ്ഞല്ലോ, ഭഗവാൻ അതിനങ്ങ് തീരുമാനിക്കും. അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് മഗധയിലേക്ക് പോകാം, അങ്ങോട്ട് യുദ്ധം ചെയ്യാം, ജരാസന്ധനോടുള്ള വിരോധം ഇപ്പം തീർക്കാം എന്ന് പറഞ്ഞിട്ട് ഉഷാറായിട്ട് അവർ വാളൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ പറഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴുണ്ട് വേറൊരു സംഭവം. ഇങ്ങനെ ആകാശത്ത് നിന്നിട്ട് വലിയൊരു തേജസ്, സൂര്യനെ പരാജയപ്പെടുത്തുന്ന തേജസ് ഇങ്ങനെ ഇറങ്ങി വരികയാണ് മുകളിൽ നിന്നിട്ട് താഴേക്ക്. സൂര്യൻ ഇങ്ങനെ ഭൂമിക്ക് തിരശ്ചീനമായിട്ടാണ് പോവുക. ഇതങ്ങനെയല്ല, ഇത് നേരെ താഴോട്ട് വരുന്നു. അഗ്നിയാണെങ്കിൽ മുകളിലോട്ടാണ് ജ്വലിക്കുക. ഈ പ്രഭ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഇതെന്ത് പ്രഭയാണ് എന്നിങ്ങനെ എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ഭഗവാൻ അറിയാം പ്രഭ എന്താണ് എന്ന്. ആരാ? നാരദൻ വരികയാണ് ഭഗവാന്റെ മുന്നിലേക്ക്. ഭഗവാന്റെ മുന്നിൽ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഭഗവാൻ അറിയാം. അങ്ങനെ അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും നാരായണ 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 എന്നുള്ള അദ്ദേഹത്തിൻ്റെ നാദം കേട്ടു, ആ വീണയുടെ ശബ്ദവും കേട്ടു. അത് കഴിഞ്ഞപ്പോൾ ആ രൂപം കാണാം. അദ്ദേഹം ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എല്ലാവരും എണീറ്റു. ഭഗവാൻ എണീറ്റു. ഭഗവാൻ ഓടിച്ചെന്ന് നാരദൻ്റെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തു. അദ്ദേഹത്തെ യഥായോഗ്യം സൽക്കരിച്ചു, പൂജിച്ചു. കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഉചിതമായ പീഠത്തിൽ, ആചാര്യനെ ഇരുത്തേണ്ട പീഠത്തിൽ ഇരുത്തി അദ്ദേഹത്തെ സൽക്കരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കുന്നയാളാണങ്ങ്, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങേക്ക് നന്നായിട്ടറിയാം. എൻ്റെ അടുത്ത ബന്ധുക്കളാണ്, എൻ്റെ അച്ഛൻ്റെ അനന്തരവരാണ് പാണ്ഡവന്മാർ. അവർ ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലാണ്. അവരവിടെ സുഖമായിരിക്കുന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അത് അങ്ങ് പറഞ്ഞാലും അവരുടെ ആ ക്ഷേമ ഐശ്വര്യങ്ങളെക്കുറിച്ച്. അപ്പോഴേക്കും നാരദൻ ചിരിച്ച് തൊഴുതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങ് സർവാത്മാവാണ്, അങ്ങ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നയാളാണ്. അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് ഈ ലോകത്തിൽ എന്തുണ്ട്? എല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതത് നിമിഷം അങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ കണ്ണിനെ പൊത്താനായിട്ട് ആർക്കും സാധ്യമല്ല, മറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങേക്കറിയാം പാണ്ഡവന്മാർ എങ്ങനെയാ സുഖത്തോടുകൂടി കഴിയുന്നത് എന്ന്. എങ്കിലും അങ്ങ് ലോകനീതി അനുസരിച്ച് ചോദിച്ചു. അതുകൊണ്ട് ലോകനീതി അനുസരിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അധ്യാത്മരാമായണം വായിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. അതിൽ അയോധ്യാകാന്ഡത്തിൽ നാരദൻ ഭഗവാന്റെ മുന്നിൽ, രാമൻ്റെ മുന്നിൽ വരുന്നത് നമ്മൾ കാണും. നാരദ രാഘവ സംവാദം. അതിൽ നാരദൻ, ഭഗവാൻ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നാരദൻ്റെ മറുപടിയിൽ നാരദൻ പറയും, അങ്ങയുടെ മകൻ്റെ മകനാണ് ഞാൻ. അങ്ങയുടെ മകൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ മകനാണ് ഞാൻ. അങ്ങനെ അങ്ങയുടെ പൗത്രനാണ് ഞാൻ. ഈ പൗത്രനായ നാരദനെ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയും, നമ്മൾ കേൾക്കും. ആ നാരദനാണ് ഭഗവാന്റെ മുന്നിലിരിക്കുന്ന ഭഗവാന്റെ പൗത്രൻ. പക്ഷേ ആചാര്യനെ എങ്ങനെ സ്വീകരിക്കണം, ആദരിക്കണം, പൂജിക്കണം, അതെല്ലാം ലോകത്തിന് ഭഗവാൻ കാണിച്ചു തരാണ്. നാരദനെ ചെന്ന് ദണ്ഡനമസ്കാരം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് പീഠത്തിലിരുത്തി പൂജ ചെയ്തൊക്കെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരാണ്. ഇങ്ങനെ ഭഗവാന്റെ മഹിമയും ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് നാരദൻ അവിടെ വെച്ച് പറഞ്ഞിട്ട് നാരദൻ അദ്ദേഹത്തോട് തുടർന്ന് പറയുന്നു, അല്ലയോ ഭഗവാനെ, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങയുടെ ബന്ധുവിൻ്റെ ഭവനത്തിൽ നിന്നിട്ട് തന്നെയാണ്. യുധിഷ്ഠിരൻ്റെ ഭവനത്തിൽ നിന്ന്, യുധിഷ്ഠിരൻ്റെ ദൂതനായിട്ട് ഞാൻ വന്നിരിക്കുക. നോക്കിക്കോണം, അവിടെ മഗധയിലെ രാജാക്കന്മാർക്ക് ഒരു മനുഷ്യനെ ദൂതനായി കണ്ടുപിടിക്കേണ്ടി വന്നു. യുധിഷ്ഠിരന് ഒരു മനുഷ്യനെ ദൂതനായി കണ്ടുപിടിക്കേണ്ടി വന്നില്ല. യുധിഷ്ഠിരൻ അവിടെ 10,000 ആളുകളുണ്ട് ദൂത് പറയാൻ. എന്തിനാ? അർജുനനെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ, ഭീമനെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ, നകുലനെയോ സഹദേവനെയോ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. അവരെല്ലാം യുധിഷ്ഠിരൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ. അവർക്ക് ഭഗവാനെ കാണാൻ വലിയ ഇഷ്ടവുമാണ്, വലിയ ആഗ്രഹവുമാണ്. പിന്നെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഭഗവാനെ കൊണ്ട് രാജസൂയം ചെയ്യിപ്പിക്കണം എന്ന് യുധിഷ്ഠിരൻ്റെ മനസ്സിൽ തോന്നലുണ്ടായപ്പോൾ അവിടെ നാരദൻ തന്നെ ഇറങ്ങി വന്നു.
ഇതാണ് ഒരു സൽക്കർമ്മത്തിന് ഭഗവാനെ മുൻനിർത്തി നമ്മൾ ആഗ്രഹിച്ചാൽ അവിടെ ഭഗവാൻ തന്നെ വരും അത് വിജയിപ്പിക്കാൻ നടത്തിത്തരാൻ. നാരദൻ തന്നെ വരും, നാരദൻ അയക്കുന്ന ആളുകളും വരും. അത് നമ്മളുടെ ആധ്യാത്മികമായ വികാസം അനുസരിച്ചിട്ട് യുധിഷ്ഠിരൻ്റെ ആ പദവി വരെ നമ്മൾ ഉയർന്നാൽ നാരദൻ തന്നെ വരും. ഇല്ലെങ്കിൽ നാരദൻ ആളിനെ അയക്കും. നാരദൻ ആ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ എന്നോട് പറഞ്ഞു, എടാ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആ വാക്യമാണ്, നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യണം. നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ആളയക്കും, അവൻ വന്ന് ചെയ്യും. അദ്ദേഹം പറഞ്ഞ വാക്യമാണ്. ഇപ്പോഴും അദ്ദേഹം ഇതേ പ്രകാരത്തിൽ കാര്യങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ ഇവിടെ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ വളരെയേറെ പേര് അവിടെ ആശ്രമത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. എല്ലാവരുടെയും മനസ്സിൽ സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുണ്ട്, സകലരുടെയും ഹൃദയങ്ങളിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പങ്ങളെന്തോ അതെല്ലാം ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഭക്തന്മാരാൽ അദ്ദേഹം സങ്കല്പിച്ച ധാർമ്മികമായ കർമ്മങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ നാരദൻ വരും, ഭഗവാൻ തന്നെ വരും, അദ്ദേഹം ദൂതുമായിട്ട് പോകും. അതാണ് നാരദനാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ദൂതുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അദ്ദേഹം മഹാരാജാവായതുകൊണ്ടല്ല, അദ്ദേഹം പരമഭക്തനായതുകൊണ്ട്. യക്ഷ്യതി ത്വം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ. നാരദൻ ഭഗവാനോട് പറയാണ്, അല്ലയോ ഭഗവാനെ, പാണ്ഡുവിൻ്റെ മകനായിരിക്കുന്ന യുധിഷ്ഠിരൻ നിന്നെ യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ വച്ച് രാജാവായിരിക്കുന്ന മഖേന്ദ്രൻ, മഖങ്ങളുടെ കൂട്ടത്തിൽ, യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ദ്രനായിരിക്കുന്ന, സകല യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട മാഹാത്മ്യമേറിയ യജ്ഞമാണ് രാജസൂയം. അതേപോലെ ഉണ്ട് പിന്നെ സമശീർഷങ്ങളായിട്ട് അശ്വമേധാദികൾ, അശ്വമേധം, വാജപേയം തുടങ്ങിയവ. അങ്ങനെ രാജസൂയം എന്നുള്ളതായ ആ പവിത്രമായിരിക്കുന്ന യജ്ഞത്താൽ അല്ലയോ ഭഗവാനെ, യുധിഷ്ഠിരൻ പാണ്ഡവൻ അങ്ങയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവത് ആരാധനമാണ് അദ്ദേഹത്തിന്, യുധിഷ്ഠിരനത്. അല്ലാതെ വേറൊന്നുമില്ല, തൻ്റെ കേവലത്തെ ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതോടൊപ്പം ഭൗതികമായൊരാഗ്രഹമുണ്ട്, മനുഷ്യനാണല്ലോ. ഭഗവാന്റെ കാരുണ്യത്താൽ, അങ്ങയുടെ കാരുണ്യത്താൽ തനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഉദാത്തമായ പദവി, ചക്രവർത്തി എന്നുള്ള പദവി ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പാണ്ഡു ചക്രവർത്തിയായിരുന്നു, അതിനു മുമ്പ് ശന്തനു ചക്രവർത്തിയായിരുന്നു, ഭീഷ്മർ ചക്രവർത്തിയാകാമായിരുന്നു, അദ്ദേഹം അത് ആദ്യമേ വേണ്ടാന്ന് വെച്ചു. ശന്തനു ചക്രവർത്തിയായിരുന്നു, അവരുടെ സർവ്വ കഴിവുകളും അവരുടെ ഗുണഗണങ്ങളും കൊണ്ട്, അവരുടെ കർമ്മങ്ങളും കൊണ്ട്. അതിനു മുമ്പ് ഭരതരാജകുമാരൻ ശകുന്തളയുടെ മകൻ ചക്രവർത്തിയായിരുന്നു, പൂരി ചക്രവർത്തിയായിരുന്നു. അങ്ങനെ ചക്രവർത്തിമാരുടെ പരമ്പരയിൽ വന്നയാളാണ് അദ്ദേഹം. അവരെ പോലെ തന്നെ ചക്രവർത്തിയാകേണ്ടത് തൻ്റെ ചുമതലയാണ്. ഇല്ലെങ്കിൽ വംശത്തിന് അത് കുറവായി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയാകണമെന്ന് ആഗ്രഹിച്ചു. എന്തിനാ ചക്രവർത്തിയാകുന്നത്? വംശമഹിമ നിലനിർത്തുക എന്ന് മാത്രമല്ല, ചക്രവർത്തി എന്നുള്ള നിലയിൽ ലോകത്തെ മുഴുവൻ സേവിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആജ്ഞ എല്ലായിടവും എത്തും. ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ലോകത്തെ മുഴുവൻ നയിക്കാൻ വേണ്ടിയുള്ള അവസരമാണത്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുന്നു. പാരമേഷ്ട്യകാമോ നൃപതി, ചക്രവർത്തി പദം ആഗ്രഹിക്കുന്നു ആ രാജാവ്. അത് തദ് ഭവാൻ അനുമോദതാം, അതിനെ അങ്ങ് അനുമോദിക്കണം, അങ്ങ് അംഗീകരിച്ചിട്ട് അതിനെ നടത്തി തരണം. ഇവിടെ ഈ ദ്വാരകയിലിരുന്ന് നടത്തിയാൽ പോരാ, എന്നാൽ അവിടെ നടത്തിക്കൊള്ളൂ, ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് വരണം. ഭഗവാൻ എല്ലായിടവും ഉണ്ട്, ഭഗവാൻ ഇല്ലാത്തതായിട്ട് ഒരിടവുമില്ല. ഭഗവാൻ ഒരിടത്തുനിന്ന് വേറിടത്തേക്ക് പോവേണ്ട കാര്യമില്ല. പക്ഷേ മനുഷ്യരായ നമുക്ക് അത്രത്തോളം അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ ദ്വാരകയിലിരിക്കുന്ന ഭഗവാൻ ശരീരം ധരിച്ച്, തൻ്റെ മായാമയമായ ശരീരം ധരിച്ചിരിക്കുന്ന ഭഗവാൻ ഇങ്ങോട്ട് വരണം, വരുന്നത് കാണണം. അതാണ് അങ്ങോട്ട് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ഗുണങ്ങളുണ്ട്. ഒന്ന്, ആ യജ്ഞം ഭംഗിയായി നടക്കും എന്ന് മാത്രമല്ല, തസ്മിൻ ദേവക്രതുവരെ ഭവന്തം വൈസുരാദയ,
ദിദൃക്ഷവ സമേഷ്യന്തി രാജാനശ്ച യശസ്വിന. അങ്ങേ ഒരുപാട് പേർക്ക് കാണാനുള്ള സുവർണാവസരമാണിത്. എല്ലാവർക്കും ദ്വാരകയിൽ വന്നിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ കാടുകളിൽ കൂടി ബഹുദൂരം നടന്ന് പോകണം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അങ്ങ് ദ്വാരകയിൽ ചെന്നിട്ട് കാണാൻ പറ്റൂല. സന്യാസിമാരാണ് എല്ലായിടവും സഞ്ചരിക്കുക. പിന്നെ സാർത്ഥവാഹകന്മാർ, കച്ചവട സംഘങ്ങൾ, അവർ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകും. അത് സാർത്ഥവാഹകന്മാർ പോകുന്നത് വലിയ സൈന്യത്തോടു കൂടിയിട്ടാണ്. എന്നാലേ ഈ ദുഷ്ടമൃഗങ്ങളെയെല്ലാം ഒഴിവാക്കി അങ്ങോട്ട് സാധനങ്ങളുമായിട്ട് വേറെ രാജ്യത്ത് ചെല്ലാൻ പറ്റും. സന്യാസിമാർ തപോബലം കൊണ്ടാണ് പോണത്. സാധാരണക്കാർക്കത് പറ്റൂലല്ലോ. അങ്ങ് ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാജസൂയ നടക്കണേ. രാജസൂയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരും. എല്ലാ ആളുകളും വരും. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും എല്ലാവരും വരും. അവിടെ ഉച്ചനീചത്വങ്ങളില്ല, ജാതിഭേദങ്ങളില്ല, ആചാരവ്യത്യാസങ്ങളില്ല, ഒന്നുമില്ല. എല്ലാവരും തുല്യന്മാരാണ്. അവരെല്ലാവരും വരും. അവർക്ക് രാജസൂയത്തിൽ പങ്കെടുക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി ഭഗവാനെ അങ്ങേ കാണാം. ഇതിൽ വരെ വലിയൊരു ഭാഗ്യം തിരിക്കുന്നു. വേദങ്ങൾ പോലും അന്വേഷിക്കുന്ന അങ്ങയുടെ പാദങ്ങളെയാണ്. ആ പാദങ്ങളെ നേരിട്ട് കാണാനുള്ളതായ അവസരം അതാണ്. ദിദൃക്ഷവ, കാണാനുള്ള ആഗ്രഹത്തോടുകൂടി സമേഷ്യന്തി, വന്നു ചേരും. ആരൊക്കെ? ദേവന്മാർ വന്നു ചേരും. മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല. എന്താ ദേവന്മാർ ഭഗവാനെ കാണാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുന്നത്? ഭഗവാൻ തൻ്റെ തന്നെ മായ കൊണ്ട് ഒരു മനുഷ്യരൂപം ധരിച്ച് ദേവകിയുടെ മകനായിട്ട് ഇങ്ങനെ ഭൂമിയിലിരിക്കുന്നത്, ആ മനുഷ്യരൂപത്തിലിരിക്കുന്നത് നേരിട്ട് കാണാനുള്ള കൊതി അവർക്കുമുണ്ട്. ഭഗവാൻ അനുവദിച്ചാലേ വരാൻ പറ്റൂ. രാജസൂയത്തിൽ ഭഗവാൻ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും വരാം. അത് എല്ലാവർക്കും ഉള്ള അനുവാദമാണ്. ഇത് നമ്മുടെ ഈ യജ്ഞത്തിൽ ആർക്ക് വേണമെങ്കിലും വരാം. ഇന്നയാളിനെ വരാവുന്നില്ല, എല്ലാവർക്കും വരാം. അത് ഒരു സ്ഥിരമായിട്ടുള്ള നിയമമാണ്. അപ്പോൾ ദേവന്മാർക്കും വരാം ഭഗവാനെ കാണാൻ. അവിടെ ദ്വാരകയിൽ പോകണമെങ്കിൽ ഭഗവാന്റെ അനുവാദം നേരത്തെ മുൻകൂട്ടി നേടണം. അതത്ര എളുപ്പമൊന്നുമല്ല. എന്നാൽ ഇവിടെ ആകുമ്പോൾ വരാം, കാണാം. അങ്ങനെ ദേവന്മാർ എല്ലാവരും ഇവിടെ ഓടിയെത്തും. രാജാനശ്ച യശസ്വിനഃ, യശസ്വികളായ രാജാക്കന്മാർ അവർ അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരും. അവർക്കൊക്കെ അങ്ങയെ കാണാനായിട്ട് പറ്റും. അല്ലയോ ഭഗവാനെ, ശ്രവണാത് കീർത്തനാത് ധ്യാനാത് പൂയന്തേൻ ദേവസായിനഃ, അങ്ങയുടെ വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അങ്ങ് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അങ്ങ് അവിടെ സംസാരിക്കും. എല്ലാവരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കും, സമൂഹത്തോട് സംസാരിക്കും. അത് മാത്രമല്ല, ഇനി അവിടെ എന്താ നടക്കുക എന്നുള്ളത് നാരദൻ അറിയാം. ഇദ്ദേഹത്തെ ആയിരിക്കും അധ്യക്ഷനായിട്ട് അവിടെ ഇരുത്തണേ. അങ്ങനെ യജ്ഞങ്ങളിലെല്ലാം ഒരു അധ്യക്ഷൻ വേണം, ഒരു പരമാചാര്യൻ വേണം. അങ്ങനെ അദ്ദേഹത്തെ അവിടെ ഇരുത്തും. അദ്ദേഹം സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് കേൾക്കാനുള്ള മഹാഭാഗ്യം ശ്രവണാത്, കേൾക്കൊണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവും, എന്ത് ഗുണമുണ്ടാവും അത് കേട്ട് കഴിഞ്ഞാലോ? ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുരളികയാണ്. ആ ഓടക്കുഴലിൽ നിന്ന് വരുന്നതായ മധുരമായ സംഗീതമാണ്. ജി ശങ്കരക്കുറുപ്പ് പാടിയിട്ടുണ്ടല്ലോ. നമുക്കത് അറിയാമല്ലോ. ഓടക്കുഴലിൽ മാനസമാതക ലോകൈക ഗായക ഗാനമായങ്ങനിൽ വർത്തിക്കുന്നു. മനസ്സിനെ മതിപ്പിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരാ, അതാണ് അദ്ദേഹം. അങ്ങ് എൻ്റെ ഉള്ളിൽ ഗാനമായി നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വെറും ഒരു ജഡവസ്തു, എനിക്ക് മധുരമായിട്ട് വല്ലതും പാടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ജഡസാധനം വല്ലുമോ വല്ലതും ഹ്രഷ്ടമായാലപിപ്പാൻ. അങ്ങനെ അങ്ങയുടെ ആ മധുരമായിട്ടുള്ള പ്രഭാഷണം, അത് ഓടക്കുഴലിൻ്റെ ആ മധുരമായ സംഗീതം തന്നെയാണ്. അത് കേൾക്കാൻ അവർക്ക് കഴിയും. അത് കേട്ട് കഴിഞ്ഞാലോ അവരെല്ലാവരും പുണ്യമയന്മാരായിത്തീരും. സകല പാപങ്ങളും തീർന്ന ബന്ധവിമുക്തി അവർക്ക് കൈവരും. അങ്ങയുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ, അങ്ങയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ, കീർത്തനാത്, അങ്ങയെ കീർത്തിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുക, നാരായണീയം കൊണ്ട് കീർത്തിക്കുക. 1000 സ്തോത്രങ്ങൾ ആചാര്യന്മാർ എഴുതി തന്നിട്ടുണ്ട്. ഭഗവാനെ അനുഭവിച്ചറിഞ്ഞ ആളുകൾ തുഞ്ചൻ പറമ്പിലിരുന്നു കൊണ്ട്
നമ്മുടെ വലിയ കാരണവർ മഹാഗുരു എഴുത്തച്ഛൻ എഴുതി തന്നിട്ടുണ്ട്, നിറന്ന പീലികൾ നിരക്കവേ കുത്തി. അങ്ങനെയുള്ള ആ സ്തോത്രങ്ങളെല്ലാം പാടിയാൽ സകല പാപങ്ങളും തീർന്ന് പുണ്യം കൈവരും. അതേപോലെ ധ്യാനാത്, അഷ്ടാംഗ യോഗ പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഇവിടെ ഇരുന്ന ആചാര്യൻ നമ്മോട് പറയുന്നത് നാം കേട്ടു. അങ്ങനെ ധ്യാനം കൊണ്ട്, അഷ്ടാംഗ യോഗ പദ്ധതിയിലെ ഉയർന്നൊരു തലമാണല്ലോ അത്. അങ്ങനെ ധ്യാനം കൊണ്ട് ഭഗവാനെ ലഭിക്കും. അതോടുകൂടി പാപങ്ങളെല്ലാം തീരും. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ടാലും, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയാലും, ഭഗവാന്റെ കഥകൾ കേട്ടാലും, അതേപോലെ തന്നെ ഭഗവാനെ ധ്യാനിച്ചാലും പാപങ്ങളെല്ലാം തീരുമെന്നോ ഒരിക്കൽ ഭഗവാനെ നേരിട്ട് കാണാനും നേരിട്ട് ഭഗവാനെ ഒന്ന് തൊട്ടു നോക്കാനും സാധിച്ചാൽ, അതാണ് കിമുത ഈക്ഷ അഭിമർശന, നേരിട്ട് കാണാൻ കഴിയുക, ഭഗവാനൊന്ന് തൊട്ടു നോക്കാൻ കഴിയുക. എങ്കിൽ പിന്നെ അവർക്ക് ലഭിക്കുന്നതായ ഭാഗ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് വരണം. അങ്ങയുടെ ആ അനുഗ്രഹമാണ് ദേവലോകത്തിലൂടി മന്ദാകിനിയായും ഭൂമിയിലൂടി ഗംഗയായും അങ്ങ് പാതാളത്തിലൂടി ഭോഗവതിയായും പ്രവഹിക്കുന്നത്. അങ്ങയുടെ പാദത്തിൽ നിശ്ചലം കുടികൊണ്ട അങ്ങയുടെ അനുഗ്രഹം ഭഗീരഥൻ്റെ തപോബലത്താൽ സംപ്രീതമായിട്ട് ഇങ്ങനെ ഒഴുകി. ആ അനുഗ്രഹം അവിടെ വരുന്ന എല്ലാവർക്കും അങ്ങ് നൽകണം. അതിനു വേണ്ടിയിട്ട് അങ്ങ് വന്നു ചേരണം. അതുകൊണ്ട് അങ്ങ് അവിടെ വരണം. ഗംഗ എങ്ങനെ ഭഗീരഥൻ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നോ, അതേപോലെ യുധിഷ്ഠിരൻ വിളിക്കുമ്പോൾ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരണം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോഴേക്കും ഭഗവാൻ ഉടനെ തന്നെ ഉദ്ധവനോട് ചോദിച്ചു, എന്താ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാജാക്കന്മാരെ അവരുടെ മരണഭയത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുക. വേറൊന്ന്, യുധിഷ്ഠിരൻ്റെ രാജസൂയം നടത്തിക്കൊടുക്കുക. രണ്ടും വളരെയേറെ പ്രധാനപ്പെട്ടത്, വളരെ വേഗത്തിൽ ചെയ്യേണ്ടതും വളരെയേറെ മഹാത്മ്യമുള്ളതും. 20,000 പേരുടെ ജീവിതം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം തിരിക്കുന്നു. അപ്പോൾ വളരെയേറെ പ്രധാനപ്പെട്ടത് പുണ്യമയമായിട്ടുള്ള ജോലി. രണ്ടിടത്തായി പോയി. രണ്ടും ഒരുമിച്ച് വേഗത്തിൽ ചെയ്യേണ്ടത് രണ്ടിടത്തായി പോയി. ഭഗവാൻ അറിയാം, ഇതിൻ്റെ അന്തരാത്മാവ് ഭഗവാൻ അറിയാം, എന്ത് ചെയ്യണമെന്നറിയാം. പക്ഷേ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഓരോരോ അവസരങ്ങൾ കൊടുക്കും. ഭഗവാൻ ഓരോരോ ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കും. ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് വന്നപ്പോഴേക്കും സീതയ്ക്ക് രാമനെ സേവിക്കാനും, ലക്ഷ്മണന് രാമനെ സേവിക്കാനും, ജടായുവിന് രാമനെ സേവിക്കാനും, അതേപോലെ തന്നെ ആ ദണ്ഡകാരണ്യത്തിലുള്ള ഋഷിവര്യന്മാർക്ക് എല്ലാവർക്കും രാമനെ സേവിക്കാനും ഒക്കെയുള്ള അവസരം ഭഗവാൻ കൊടുത്തില്ലേ? ശബരിക്ക് അവസരം കൊടുത്തു, കബന്ധന് അവസരം കൊടുത്തു, വിഭീഷണ അവസരം കൊടുത്തു, സുഗ്രീവന് അവസരം കൊടുത്തു, ഇങ്ങനെ ആഞ്ജനേയന് അവസരം കൊടുത്തു. അതാണ് ഭഗവാന്റെ രീതി. എൻ്റെ ഗുരുനാഥനായ സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളും അങ്ങനെയാണ്. എല്ലാവർക്കും ഓരോരോ അവസരങ്ങൾ കൊടുക്കും. ഇത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ കൊടുക്കും. എന്തിനാ? സ്വാമിക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ? എല്ലാം ഒറ്റ സങ്കല്പത്തിൽ ചെയ്യും അദ്ദേഹം. ഭയങ്കര വേഗതയാണ്. ഒരേ സമയം 10,000 കാര്യം ചെയ്യും. നമ്മൾ അന്തം വിട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ കൂടെ എത്താൻ പറ്റില്ല, അത്ര വേഗതയിൽ അദ്ദേഹം ചെയ്യുക. പക്ഷേ നമുക്കെല്ലാം അത് ചെയ്ത് അതിലൂടെ നമ്മിലുള്ള സാത്വിക ഭാവം വർദ്ധിച്ച് രജസും തമസും കുറഞ്ഞ് പാപങ്ങൾ കുറഞ്ഞ് നമുക്ക് മോക്ഷപഥത്തിലേക്ക് ഉയരാൻ അദ്ദേഹം നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ മോക്ഷപഥത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള അവസരമാണത്. അതാണ് അങ്ങനെയുള്ള അവസരം ഭഗവാൻ എപ്പോഴും കൊടുക്കും. ഏത് അവതാരത്തിൽ നോക്കിക്കോണം ഇത് കാണും, ഈ സ്വഭാവം കാണും. ഏതൊരാചാര്യനെ നോക്കിക്കോണം, ആചാര്യന്മാരെല്ലാം അവതാരങ്ങളാണ്. ഈ സ്വഭാവം കാണും. എല്ലാവർക്കും അവസരം കൊടുക്കും. നമ്മൾ അവസരം കിട്ടുമ്പോഴത്തേക്കും ചെയ്തില്ലെങ്കിലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എടാ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്തോണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ വിട്ട് ചെയ്യിക്കും. സ്വാമിജി എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം നിശ്ചയിച്ച സമയത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഭഗവാന് എന്താ വേണ്ടതെന്ന് അറിയാം. എങ്കിലും ഉദ്ധവന് അവസരം കൊടുത്തു. ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ ഇതിപ്പോൾ ഇങ്ങനൊരു പ്രശ്നമാണല്ലോ,
എന്താ വേണ്ടത്? ഉദ്ധവൻ പറഞ്ഞോളൂ, നീ എനിക്ക് അടുത്ത ബന്ധുവാണ്, നീ എനിക്ക് മന്ത്രിയാണ്, നിന്നെയാണ് ഞാൻ എല്ലാറ്റിനും ഇതേയുള്ള കാര്യങ്ങളിലൊക്കെ ആശ്രയിക്കുന്നത്. ആ സദസ്സിലിരുന്ന് പറയാണ്. ഉദ്ധവൻ ആ സദസ്സിൽ വളരെ മാന്യമായ സ്ഥാനം ഭഗവാൻ കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, യഷ്ടവ്യം രാജസൂയേന ദിക്ചക്ര ജൈന വിഭോ, ദിക്ചക്ര ജൈന വിഭോ. അല്ലയോ ഭഗവാനെ, ആർക്കാ രാജസൂയം ചെയ്യാൻ കഴിയുക? ദിക്കുകളെ മുഴുവൻ ജയിച്ചവനെ രാജസൂയം ചെയ്യാൻ പറ്റൂ. ആദ്യം ദിഗ്ജയം നടത്തണം, സകല രാജാക്കന്മാരെ ജയിക്കണം. ഇപ്പോൾ രാജസൂയത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞേ, അതേപോലെ ആ ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരുടെ മോചനത്തിൻ്റെ കാര്യവും പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യമല്ല, ഒരൊറ്റ കാര്യമാണ്. ആർക്കാ രാജസൂയം ചെയ്യാൻ കഴിയുക? ദിക്കുകളെ മുഴുവൻ ജയിച്ചവൻ. ഇപ്പോൾ യുധിഷ്ഠിരൻ രാജസൂയം ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിക്കുകളെ മുഴുവൻ ജയിക്കണം. ജയിക്കാതെ പറ്റില്ല. ദിക്കുകളെ മുഴുവൻ ജയിക്കണമെങ്കിൽ ജരാസന്ധനെ ജയിച്ചേ പറ്റൂ. അതോ ജരാസുത ജയ ഉഭയാർദ്ധോ മതോ മമ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇത് രണ്ട് കാര്യമല്ല, ഇതൊരൊറ്റ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ മുഴുവൻ ജയിക്കണമല്ലോ. അപ്പോൾ മഗധയിലെ രാജാവായിരിക്കുന്ന ജരാസന്ധനെയും ജയിക്കണം, ഇല്ലാതെ രാജസൂയം പറ്റില്ല. അപ്പോൾ ഇത് രണ്ട് കാര്യമല്ല, ഒറ്റ കാര്യമാണ്. അപ്പോൾ അങ്ങ് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണം, യുധിഷ്ഠിരൻ്റെ രാജസൂയം തുടങ്ങണം. എന്നിട്ട് ആ രാജസൂയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജരാസന്ധനെയും ജയിക്കണം. അവ രാജാക്കന്മാരെയും മോചിപ്പിക്കാം. എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട്, നാരദനും അവിടെ ഇരിപ്പുണ്ട്, എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട് അവിടെ ഭഗവാന്റെ മന്ത്രിയും കൂട്ടുകാരനും ബന്ധുവും സഹോദരനും ഒക്കെയായ ഉദ്ധവൻ പറഞ്ഞു. ഈ ഭാഗവതത്തിൻ്റെ അവസാനം വരെ നമ്മൾ ഉദ്ധവനെ കാണും. ഏകാദശം എന്ന് വെച്ചാൽ ഉദ്ധവന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ്. ഈ ഭാഗവതത്തിൽ കഥാരൂപത്തിൽ പറഞ്ഞു വെച്ചതെല്ലാം അവിടെ വേദാന്ത ശാസ്ത്ര വാക്യങ്ങളുടെ രൂപത്തിൽ അവിടെ കേൾക്കും. ഇതിനകത്ത് തന്നെ ഉപനിഷത്ത് വാക്യങ്ങൾ ധാരാളം കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ശാസ്ത്രവാക്യങ്ങളായിട്ട് നമ്മളവിടെ ഏകാദശത്തിൽ കേൾക്കും, പിന്നെ ദ്വാദശത്തിലും അതിൻ്റെ ബാക്കിയും കേൾക്കും. അപ്പോൾ ആ ഉദ്ധവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ട് സന്തോഷിച്ചു. അപ്പോൾ ഭഗവാൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു, പ്രഖ്യാപിച്ചു. നാരദ മഹർഷിയെ ഭഗവാൻ വന്ദിച്ചു. നാരദൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നിട്ട് യാത്രയായി. ഭഗവാൻ ഉടനെ തന്നെ അങ്ങോട്ട് പോകാൻ പുറപ്പെടുകയാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ രാജാവിൻ്റെ അനുവാദം വേണം, ഉഗ്രസേന മഹാരാജാവിൻ്റെ അനുവാദം വേണം. അദ്ദേഹമാണല്ലോ രാജാവ്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണല്ലോ. രാജാവിൻ്റെ അനുഗ്രഹം വേണം. അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു. അതേപോലെ തന്നെ അച്ഛനമ്മമാരുടെ അനുവാദം വേണം, അവരോട് അനുവാദം ചോദിച്ചു. അതേപോലെ ജ്യേഷ്ഠൻ്റെ അനുവാദം വേണം, ബലഭദ്രൻ്റെ അനുവാദം ചോദിച്ചു. അവരെല്ലാവരും അനുഗ്രഹിച്ചു, അനുവദിച്ചു, അനുഗ്രഹിച്ചു. വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പുറപ്പെടുന്നത്. അനുഗ്രഹിച്ചു. ഭഗവാൻ അത് ചെയ്യും. ഭഗവാനെ നന്നായിട്ട് അറിയുന്ന ആളുകളാണല്ലോ അവരെല്ലാവരും. ഭഗവാൻ അത് ചെയ്യും. അപ്പോൾ അതിൽ സന്തോഷിച്ച് അനുഗ്രഹിച്ചയച്ചു. ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ തേര് പൂട്ടാൻ തൻ്റെ തേരാളിയോട് പറഞ്ഞു. ഭഗവാന്റെ തേരൊരുങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പത്നിമാരെല്ലാവരും കൊണ്ടുപോവാണ്. അവർക്ക് വേണ്ടിയുള്ള രഥങ്ങളെല്ലാം ഒരുങ്ങി, അവരുടെ തോഴിമാർ എല്ലാവരും, അങ്ങനെ വലിയൊരു സമൂഹമാണ് അങ്ങോട്ട് പോകുന്നത്. അതേപോലെ അംഗരക്ഷകർ, ഇങ്ങനെ അതിഗംഭീരമായൊരു ഘോഷയാത്ര, ഒരു സൈനിക നീക്കത്തിന് തുല്യമായൊരു ഘോഷയാത്ര. അത് ദ്വാരകയിൽ നിന്നിട്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. ദ്വാരക നമുക്കറിയാം, ഗുജറാത്തിൽ. അവിടെ നിന്നിട്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അതിങ്ങനെ സംഭവിക്കുകയാണ്. അപ്പോൾ ആ വാർത്ത ദൂതന്മാർ അറിയിച്ചു യുധിഷ്ഠിര മഹാരാജാവിന്. അദ്ദേഹം അറിഞ്ഞു. യുധിഷ്ഠിരൻ ഉടനെ തന്നെ ബന്ധുജനങ്ങളോടൊപ്പം, അനുജന്മാരോടൊപ്പം, അതേപോലെ മറ്റെല്ലാ ഗുരുജനങ്ങളോടുമൊപ്പം, നാട്ടുകാരോടുമൊപ്പം, സൈനിക പ്രമാണിമാരോടൊപ്പം ഭഗവാൻ ഇങ്ങോട്ട് വരികയല്ലേ. ഭഗവാനെ പൂജിക്കാനായിട്ട് വേണ്ടുന്ന പൂജാദ്രവ്യങ്ങളും എല്ലാം എടുത്ത് ഓടി വരികയാണ്. ഭഗവാനെ പൂജിച്ചു, ഭഗവാനെ സ്വീകരിച്ചു, സൽക്കരിച്ചു, പൂജിച്ചു. അത്യധികം സന്തോഷത്തോടു കൂടിയിട്ട് ആർഭാടമായിട്ട് കെങ്കേമമായിട്ട് ഇന്ദ്രപ്രസ്ഥ നഗരിക്കുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയുള്ള വിശേഷപ്പെട്ട സന്നാഹങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം അവരെല്ലാം താമസിപ്പിച്ചു.
ദ്വാരകയിൽ എങ്ങനെയാണോ ഒരു സുഖമായി വസിച്ചിരുന്നത്, അതേ പ്രകാരത്തിൽ ദ്വാരകയിൽ നിന്ന് വന്ന എല്ലാവർക്കും സകല സന്നാഹങ്ങളും അവിടെ ഉണ്ട്. ഭഗവാനും അതേപോലെ താമസിക്കുകയാണ്. ഭഗവാൻ എവിടെ പോയാലും അത് ദ്വാരക തന്നെ. അതാണ് അതിൻ്റെ വേറെ രസം. വേദാന്തശാസ്ത്രം പരിപൂർണമായിട്ട് ഈ കഥകൾക്കകത്തൊക്കെ നിൽക്കുന്നു. ഭഗവാൻ എവിടെ പോയാലും അവിടെ ദ്വാരക തന്നെ. അവിടെ ദ്വാരകയിലുള്ള എല്ലാ വിഭൂതിയും വരും. ഭഗവാൻ ഉള്ളിടമെല്ലാം വൈകുണ്ഠമാണ്. അതാണല്ലോ നേരത്തെ വത്സസ്ഥയ കഥയെല്ലാം ആചാര്യൻ ഉദാഹരിക്കുന്നത് കേട്ടു. എന്താ, ആ ബ്രഹ്മാവ് ഓരോ മണൽത്തരിയിലും വൈകുണ്ഠത്തെ കണ്ടു. ബ്രഹ്മാവ് വിരണ്ടുപോയി. താൻ ഭഗവാനോട് മത്സരിക്കാൻ പുറപ്പെട്ട് എത്ര വലിയ കുഴപ്പമായിപ്പോയി എന്നിങ്ങനെ ബ്രഹ്മാവ് വ്യസനിച്ചു. ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഭഗവാൻ ഉള്ളിടമെല്ലാം ദ്വാരകയാണ്. അതാണ് ദ്വാരകയിലുള്ള സർവ്വസന്നാഹങ്ങളും ഇവിടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിലുണ്ട്. എല്ലാ ദിവസവും ഭഗവാൻ യുധിഷ്ഠിരൻ്റെ സദസ്സിലേക്ക് വരും. ആർഭാടമായിട്ട് അദ്ദേഹത്തെ ഭഗവാനെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തും. പൂജാതി കഴിഞ്ഞിട്ട് അവിടെ രാജ്യകാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഇരിക്കവേ വന്ന ഉടനെ തന്നെ തൻ്റെ ഡിമാൻഡ് അങ്ങ് പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. യുധിഷ്ഠിരൻ വളരെ കൃത്യമായിട്ട് ഔചിത്യത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞ് എല്ലാവരും വളരെ സ്വസ്ഥമായി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസം രാജ്യസഭയിൽ സകലരും ഉണ്ട്. ഭഗവാനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനി യക്ഷേ വിഭൂതിർഭവതഃ തത്സമ്പാദയന പ്രഭോ. ആദ്യമേ പറഞ്ഞ ഇതാണ്, അല്ലയോ പ്രഭോ, തത് സമ്പാദയ, അത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിർവഹിച്ചു തന്നാലും. ഇതാണ് പ്രാർത്ഥന. ഒരു ശ്ലോകം, ഒരു വാക്യമാണ്. ആ വാക്യത്തിലെ ഫൈനൈറ്റ് വെർബ്, പൂർണ്ണക്രിയ, അങ്ങ് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തി തന്നാലും. ഇതാണ് മുഖ്യമായിട്ടുള്ള പ്രാർത്ഥന. എന്താ അത് അതിൻ്റെ സബ്ജക്റ്റാണ്. ഇങ്ങനെ വാക്യഘടനയുടെ പ്രത്യേകതയാണ്. അല്ലയോ ഗോവിന്ദ, ഗോവിന്ദ എന്നാണ് വിളിച്ചേ. പശുക്കളെ മുഴുവൻ രക്ഷിക്കുന്നവൻ. ഗോവിന്ദ പട്ടാഭിഷേകമൊക്കെ നമ്മൾ കണ്ടു. പശുക്കളെ മുഴുവൻ രക്ഷിക്കുന്നവൻ, അതാണ് ഗോവിന്ദൻ. എന്ന് മാത്രമല്ല, ഗോശബ്ദത്തിൻ്റെ അർത്ഥം അങ്ങ് പ്രപഞ്ചത്തോളം അങ്ങ് വളർന്നു പോകും. ലോകത്തെ മുഴുവൻ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത ചരാചരങ്ങളെയും രക്ഷിക്കുന്നവൻ, അതാണ് ഗോവിന്ദൻ. അതാണ് ഇന്ദ്രനും ദേവന്മാരും എല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. ഐരാവതത്തെ കൊണ്ട് അതിൻ്റെ തുമ്പിക്കയിൽ ആ ഗംഗാജലം, ആകാശഗംഗയിലെ ജലം കൊണ്ടുവന്ന് അഭിഷേകം കഴിക്കുകയാണ്. കാമധേനു വന്ന് പാല് ചുരത്തിയിട്ട് ആ പാല് കൊണ്ട് നേരിട്ട് അഭിഷേകം കഴിക്കുകയാണ് ഭഗവാനെ ഗോവിന്ദനായിട്ട്. അതാണ് വിളിച്ചത് ഗോവിന്ദ. എന്താ, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണങ്ങ്. ലോകത്തിൽപ്പെട്ട ഞാൻ, എന്നെയും എൻ്റെ ആളുകളെയും എല്ലാവരെയും അങ്ങ് രക്ഷിക്കണം. രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഈ ഗോവിന്ദ എന്നുള്ള വിളിക്കകത്ത് കിടപ്പുണ്ട്. അങ്ങനെ അല്ലയോ ഗോവിന്ദ, ഈ ക്രതുക്കളുടെ കൂട്ടത്തിൽ, യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ രാജാവായിരിക്കുന്ന രാജസൂയത്താൽ ഞാൻ അങ്ങയുടെ വിഭൂതികളെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നു. യക്ഷ്യേ വിഭൂതിർഭവതഃ. വ്യാസൻ്റെ ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് നോക്കണം. ഉപനിഷത്ത് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങയുടെ വിഭൂതികളെ, ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഭാഗവത്തിനകത്ത് നിരന്തരം കാണുന്നു. ഗീതയിൽ ഒരു അധ്യായം വിഭൂതി യോഗമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ വിഭൂതികളുടെ എല്ലാം കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല, സർവത്ര എൻ്റെ വിഭൂതികൾ മാത്രമാണ്. അത് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങയുടെ വിഭൂതികളെ ഞാൻ ആരാധിക്കാൻ യക്ഷ്യേ വിഭൂതിർഭവതഃ, അങ്ങയുടെ വിഭൂതികളെ ഞാൻ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നഹ എന്നാണ് പറഞ്ഞേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടെന്നല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയല്ല യുധിഷ്ഠിരൻ പറയണത്. അതാണ് യുധിഷ്ഠിരൻ ഏത് തലത്തിൽ നിൽക്കുന്നു, ഈ കാണായ ജഗത്ത് മുഴുവൻ ഞാൻ തന്നെയാണ് എന്നുള്ള ആ അനുഭവത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അടുത്തെത്തി നിൽക്കുകയാണ് യുധിഷ്ഠിരൻ. ആ തലത്തിലെത്തുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ ഓടി
പ്രത്യക്ഷമായിട്ട് സശരീരനായിട്ട് തൻ്റെ എല്ലാ ബന്ധുജനങ്ങളോടൊപ്പം എത്തിച്ചേരുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ ഭഗവാനോട് പറയുന്നു, ത്വത്പാദുകയെ അവിരതം പരിയേ ചരന്തി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദുകങ്ങളെ ആരാണോ നിരന്തരം പരിസേവിക്കുന്നത്? പിന്നെയോ ധ്യായന്തി അഭദ്രനശനെ ശുചയോ ഗൃണന്തി. അഭദ്രമില്ലാതായിത്തീരാൻ വേണ്ടി, കഷ്ടപ്പാടുകൾ ഇല്ലാതായിത്തീരാൻ വേണ്ടിയിട്ട് ആരാണോ അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്നത്, അതേപോലെ തന്നെ ധ്യായന്തി, ആരൊക്കെയാണോ അങ്ങയുടെ പാദങ്ങളെ ധ്യാനിക്കുന്നത്, ഗൃണന്തി, അങ്ങയുടെ നാമങ്ങളെ ആരാണോ നിരന്തരം ജപിക്കുന്നത്, അവരുടെ സകല കഷ്ടപ്പാടുകളും ദൂരീകൃതമായി തീരും. അവർക്ക് എന്ത് കൈവരും? അങ്ങയെ തന്നെ കൈവരും. അതാണ് വിന്ദന്തി തേ കമലനാഭ ഭവാപവർഗമാശാസതേദിത ആശിഷ ഈശന നാന്യേ. അല്ലയോ കമലനാഭ, ആരുടെ നാഭിയിലാണോ താമരപ്പൂ ഉള്ളത്, ആ താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ജനിച്ചത്. അതിലാണ് പിന്നെ ബാക്കി ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ. അപ്പോൾ ഇത് മുഴുവൻ അദ്ദേഹം തൻ്റെ നാഭിയിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ കമലനാഭ, അവർക്ക് ഭവവും അപവർഗവും വിന്തന്തി, ലഭിക്കുന്നു. ഭവം ഭൗതികമായിട്ടുള്ള എല്ലാ ശ്രേയസ്സുകളും, ഐശ്വര്യ സമ്പത്ത്, ധനധാന്യ സമ്പത്ത്, പേര്, പ്രശസ്തി, സൗഖ്യങ്ങൾ, ഭൂമിയിൽ എന്തൊക്കെ സൗഖ്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, അതെല്ലാം ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. അങ്ങയെ ധ്യാനിക്കുന്ന, അങ്ങയുടെ നാമം ജപിക്കുന്ന, അങ്ങയെ സേവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു. അപവർഗവും ലഭിക്കുന്നു. അപവർഗം മോക്ഷം, ജനിമൃതി പരമ്പരകൾക്ക് അപ്പുറത്തെത്തുക എന്നുള്ളത് ആ ദിവ്യമായ ആനന്ദമയമായ അവസ്ഥ. അതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. അങ്ങനെ ഭവവും അപവർഗവും തരാൻ അങ്ങയുടെ നാമജപം, അങ്ങയുടെ ധ്യാനം, അങ്ങയുടെ പാദങ്ങളെ സേവിക്കൽ, അത് മാത്രം മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഓരോരുത്തർ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഇതുകൊണ്ട് തന്നെ ലഭിക്കും, അങ്ങയുടെ നാമജപം കൊണ്ട് തന്നെ ലഭിക്കും. ഇതല്ലാതെ അങ്ങയുടെ നാമം ജപിക്കാതെ എൻ്റെ കരുത്തുകൊണ്ട് ഞാൻ അതും ഇതുമൊക്കെ നേടും, ലോകത്തെ മുഴുവൻ ഞാൻ തച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടു കഴിഞ്ഞാൽ സാധ്യമല്ല, അത് നടക്കില്ല. നാന്യേ എന്നും സ്പഷ്ടമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് ഇത് നടത്തി തരണം എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സമ്യഗ് വ്യവസിതം രാജൻ ഭവതാ ശത്രുകർശന. യുധിഷ്ഠിരനെ സംബോധന ചെയ്യുന്നു, ശത്രുകർശന, ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുന്നവനെ. ശത്രുക്കൾ, വെളിയിൽ ശത്രുക്കൾ ഉണ്ട്. യുധിഷ്ഠിരന് വെളിയിലും ശത്രുക്കളില്ല, അജാത ശത്രുവാണ്. യഥാർത്ഥ ശത്രു എവിടെ ഇരിക്കുന്നതെന്നറിയോ? നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ദമ്പം, അസൂയ, ഇതാണ് ശത്രുക്കൾ. ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നവനെ. അവർക്കാണ് ഭഗവാന്റെ അനുഭവം, പ്രത്യക്ഷാനുഭവം നേരിട്ട് കിട്ടുക. അങ്ങനെ അല്ലയോ ശത്രുകർശന, അല്ലയോ രാജാവേ, രാജാവേ, സമ്യക് വ്യവസ്ഥിതം, അങ്ങയുടെ ഈ പുറപ്പാടുണ്ടല്ലോ, അങ്ങയുടെ ഈ തീരുമാനം യോഗ്യമാണ്. ഈ രാജസൂയം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങയുടെ ഈ ആഗ്രഹം ഏറ്റവും യോഗ്യമാണ്, ഏറ്റവും നന്നായിരിക്കുന്നു. അത് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആദ്യം ദിക്ക് ജയിക്കണം. ദിക്കുകളെ ജയിക്കാനായിട്ട് ഇതാ കരുത്തന്മാരായ അനിയന്മാർ നിൽപ്പില്ലേ? ഇവർ 4 പേരുണ്ടല്ലോ. ഇവർ 4 പേരും വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷം മാത്രം കൊണ്ട് ദിക്കുകളെല്ലാം ജയിക്കാൻ കഴിയും. അല്ലയോ യുധിഷ്ഠിര, നീ എന്നെ ജയിച്ചു കഴിഞ്ഞില്ലേ? ചോദിക്കാണ്, യുധിഷ്ഠിരനോട് ചോദിക്കാണ്. അല്ലയോ യുധിഷ്ഠിര, അങ്ങ് എന്നെ ജയിച്ചു കഴിഞ്ഞില്ലേ? എന്നെ ജയിക്കാൻ എളുപ്പമല്ല. പക്ഷേ എന്നെപ്പോലും ജിതോസ്മി, ഞാൻ ജയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിന്നാൽ. അങ്ങനെ അത്ര വരെ ഉയർന്ന വിജയം നേടിയ ആളാണ് അങ്ങ്. അപ്പോൾ പിന്നെ അങ്ങയുടെ അനിയന്മാർക്ക് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിഗ്വിജയം അത് ചെയ്തു തരാൻ പ്രയാസമുണ്ടോ? യാതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് അങ്ങ് അവരെ ദിഗ്വിജയത്തിന് നിയോഗിക്കുക. ഇവിടെ യജ്ഞം നടത്താൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക. അതനുസരിച്ചിട്ട് 4 സഹോദരന്മാരെ 4 ദിക്കിലേക്ക് അയക്കുകയാണ്. വലിയ സൈന്യത്തോടൊപ്പം അയക്കുകയാണ്. ഓരോരുത്തരുടെ കൂടെയും വലിയ സൈന്യമുണ്ട്. അവർ ദിക്കുകളെല്ലാം ജയിച്ചിട്ട് എതിർത്ത് നിന്ന രാജാക്കന്മാരെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ചു.
കീഴമർത്തി വരുതിയിൽ കൊണ്ടുവന്നു. അല്ലാതുള്ളവരുടെ എല്ലാവരുടെയും ആനന്ദവും സന്തോഷവും സ്വീകരണമൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവരെയും ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നതായ ഈ യാഗത്തിലേക്ക് ക്ഷണിച്ചു. മുഴുവൻ രാജാക്കന്മാരെയും ക്ഷണിച്ചു. അങ്ങനെ ദിക്കുകൾ മുഴുവൻ ജയിച്ച് ആ രാജാക്കന്മാരെ മുഴുവൻ ക്ഷണിച്ച് എല്ലാ നാട്ടുകാരെയും എല്ലാ മനുഷ്യരെയും ക്ഷണിച്ച്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ വരാം, എല്ലാവരെയും ക്ഷണിച്ച് അവർ അവിടെ നിന്നിട്ട് രാജാക്കന്മാർ കൊടുത്തതായ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. എന്ന് മാത്രമല്ല, ഈ രാജാക്കന്മാരെല്ലാം ഇത്ര മഹനീയമായൊരു കർമ്മം നടക്കുന്ന അവസരത്തിൽ അതിന് യുധിഷ്ഠിരന് പാദത്തിൽ കാണിക്കയായി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ വലിയ ഭണ്ഡാകാരങ്ങളിൽ രത്നങ്ങളും സ്വർണവും ഒക്കെ കാഴ്ചവസ്തുക്കൾ, അതുപോലെ നൂറുകണക്കിന് ആനകൾ, അതേപോലെ കുതിരകൾ ഒക്കെയായിട്ട് രഥങ്ങൾ ഒക്കെയായിട്ട് ഇങ്ങ് വരികയാണ്. അങ്ങനെ എമ്പാട് നിന്നും കാഴ്ചദ്രവ്യങ്ങളും രാജാക്കന്മാരും ആളുകളും ഒക്കെ അവിടെ വന്നു കൂടി ആ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ നിറഞ്ഞ് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും, താമസത്തിനുള്ള വ്യവസ്ഥ, ഭക്ഷണത്തിനുള്ള വ്യവസ്ഥ, സകലതും, വിനോദത്തിനുള്ള വ്യവസ്ഥ, പൂജ ചെയ്യാനുള്ള വ്യവസ്ഥ, സകല വ്യവസ്ഥകളും അവിടെ നേരത്തെ യുധിഷ്ഠിരൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ഇനി അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഭഗവാൻ ചോദിച്ചു യുധിഷ്ഠിരനോട്, യുധിഷ്ഠിര, ദിക്കുകളെല്ലാം ജയിച്ചല്ലോ, എല്ലാ രാജാക്കന്മാരെയും ജയിച്ചോ? ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? മഗധയിലെ രാജാവായ ജരാസന്ധനെ ജയിച്ചോ? അപ്പോഴേക്കും യുധിഷ്ഠിരൻ പറഞ്ഞു, ഇല്ല, ജരാസന്ധനെ ജയിച്ചിട്ടില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ ജരാസന്ധനെ ജയിക്കണം, ജയിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ജരാസന്ധനെ ഞാനും ഭീമനും അർജുനനും കൂടി ചെന്ന് ജയിക്കും. സൈന്യമൊന്നും വേണ്ട, ഞങ്ങൾ 3 പേരും മാത്രം മതി. വെറുതെ സൈന്യങ്ങളെ യുദ്ധം ചെയ്ത് കൊല്ലിക്കണ്ട. ഞങ്ങൾ 3 പേരും കൂടി ചെന്ന് ജയിക്കും. എങ്ങനെ? ബ്രാഹ്മണ വേഷത്തിൽ ഞങ്ങൾ ചെല്ലും. ചെന്നിട്ട് അയാളോട് ദ്വന്ദ്വയുദ്ധം യാചിക്കും. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്ന സ്വഭാവം ജരാസന്ധനുണ്ട്. എല്ലാ ദിവസവും രാവിലെ സരസ്വതി യാമത്തിൽ എണീറ്റ് പൂജാതി കർമ്മങ്ങളെല്ലാം ജരാസന്ധൻ ചെയ്യും. വലിയ നിഷ്ഠയാണ്, അതിൽ സജ്ജനങ്ങളോട് വലിയ ഭക്തിയാണ്. വേദാദികളെല്ലാം നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആകെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? അഹങ്കാരം. അതുകൊണ്ടാണ് അയാൾക്ക് ഈ കുഴപ്പം പറ്റിയത്. ബാക്കി എല്ലാം ഉണ്ട് അയാൾക്ക്. ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരം, അതാണ് ശരീരാത്മബോധം, അതാണ് ജരാസന്ധൻ. അതുകൊണ്ട് അയാൾക്ക് ഈ ആപത്തുണ്ടായി. അപ്പോൾ അയാൾ പൂജകളെല്ലാം ചെയ്തിട്ട് പിന്നെ പൂജ കഴിഞ്ഞ് അയാൾ പുറത്ത് വരുമ്പോഴേക്കും ആരൊക്കെ ദാനം ചോദിച്ചു വരുന്ന അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. ആ ഒരു രീതി അയാൾക്കുണ്ട്. കൃഷ്ണൻ അതാ കണ്ടത്. ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി ബ്രാഹ്മണ വേഷത്തിൽ ആയുധങ്ങളൊന്നുമില്ലാതെ നേരെ അടിച്ചു. അപ്പോൾ രാവിലെ ഇദ്ദേഹം പൂജ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് പേര് കാണാനായിട്ട് അദ്ദേഹത്തോട് പലതും ചോദിക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഇവരും വന്ന് നിന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ചെന്ന് ജരാസന്ധനോട് ഓരോ ആഗ്രഹങ്ങൾ പറയുകയാണ്. അതെല്ലാം ജരാസന്ധൻ അവർക്ക് ഉടനെ വാരിക്കോരി ദാനം ചെയ്യുകയാണ്. അവസാനം ഈ 3 പേര് ജരാസന്ധൻ നോക്കി. അതുവരെ കണ്ടിട്ടുള്ള തൻ്റെ മുമ്പ് വന്നിട്ടുള്ള ആളുകളെ പോലെ അല്ല. അതുവരെയുള്ള ആളുകൾ അർത്ഥികളാണ്, ഓരോന്ന് നേടാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ഇവരെ കണ്ടപ്പോൾ ഇവർ ബ്രാഹ്മണ വേഷത്തിലാണ്. ബ്രാഹ്മണരുടെ വേഷം ധരിച്ചിരിക്കണം. പക്ഷേ അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതം കണ്ടാൽ ബ്രാഹ്മണൻ്റെ പ്രകൃതമല്ല, തപസ് ചെയ്യുന്നവൻ്റെ പ്രകൃതമല്ല, യുദ്ധം ചെയ്യുന്നവൻ്റെ പ്രതീകമാണ്. ജരാസന്ധന് ഇതെല്ലാം മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. വലിയ വീരനാണ് ജരാസന്ധൻ. നോക്കി, അവരുടെ കയ്യിൽ നോക്കി. അപ്പോൾ ഒരു യോദ്ധാവാണെങ്കിൽ ആ രൂപം കാണുമ്പോൾ മനസ്സിലാവും. ഉടൻ തന്നെ കയ്യിൽ നോക്കിയപ്പോൾ ഞാണിൻ്റെ തഴമ്പ്. ഇടത് കയ്യിൽ വില്ല് പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ഏത് വിടുമ്പോഴേക്കും ഞാണിവിടെ വന്ന് അടിച്ച് മുറിയും. അവസാനം അത് ഭയങ്കരമുള്ള തഴമ്പാണ്, ഞാൻ തഴമ്പ്. അതുപോലെ തന്നെ ഈ കയ്യിലും തഴമ്പ് വീഴും, ഇവിടെ കണ്ണിൻ്റെ അവിടെയും തഴമ്പ് വീഴും. കണ്ണിൻ്റെ ഉള്ള തഴമ്പിനെയൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. തലമുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഇങ്ങനെയൊക്കെ ഇട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. വേഷം കെട്ടി വന്നതല്ലേ. പക്ഷേ കയ്യിലെ തഴമ്പ് മറയ്ക്കാൻ നിവർത്തിയില്ല, ഈ കൈപ്പത്തിയിലെ തഴമ്പ് മറയ്ക്കാൻ നിവർത്തിയില്ല. നോക്കിയപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ 2 വശത്തും 2 കയ്യിലും ഉണ്ട് തഴമ്പ്. അപ്പോഴത്തേക്കും കേട്ടിട്ടുണ്ട് അർജുനൻ സവ്യസാചിയാണെന്ന്, കണ്ടിട്ടില്ല. അർജുനൻ ഇടത് കൈയിൽ വില്ല് പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ചെയ്യുക മാത്രമല്ല, വലത് കൈ കൊണ്ട് വില്ല് പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് ചെയ്യും. അതുകൊണ്ട് അർജുനൻ പടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് യുദ്ധം തീരുന്നതുവരെ അമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
മറ്റുള്ളവർക്ക് അല്പനേരം റെസ്റ്റ് എടുക്കേണ്ടി വരും കൈ തളരുമ്പോൾ. ഇതങ്ങനെയല്ല, ഇടത് കൈ തളരുമ്പോൾ വലത് കൈയിലായി, അത് തരുമ്പോൾ ഈ ഇടത് കൈയിലായി, ഇങ്ങനെയാണ്. അപ്പോൾ രണ്ട് കൈയിലും ഞാണടിച്ച് തഴമ്പുണ്ട്, രണ്ട് പുങ്കരേഖയുണ്ട്, അത് പിന്നെ മറച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ പുങ്കരേഖ എന്ന് പറയും. അമ്പിൻ്റെ പിടി ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇവിടെ മുറിഞ്ഞിട്ട് ഇങ്ങനെ വരവ് പോലെ തഴമ്പ് വീഴും. അപ്പോഴേക്കും ബലമായ സംശയമായി. എന്നിട്ട് അടുത്ത ആളിനെ നോക്കിയപ്പോഴേക്കും അയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. 17 വട്ടം കണ്ടതാണ്, എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉറക്കെ അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദാനം ചോദിക്കാൻ വന്നതല്ലേ, അപ്പോൾ ചോദിച്ചുകൊള്ളൂ എന്ന് ജരാസന്ധൻ അവരോട് ചോദിച്ചോളാനായിട്ട് ആജ്ഞ കൊടുത്തു. പൊട്ടിച്ചിരിച്ചിട്ടാണ്, എന്നെ പറ്റിക്കാൻ വന്നു നിൽക്കുന്നവരാണ് നിങ്ങൾ ബ്രാഹ്മണരല്ല, എനിക്കത് മനസ്സിലായി, എന്നെ പറ്റിച്ചു എന്നുള്ള വിചാരമൊന്നും വേണ്ട, എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങൾക്ക് എന്തുവാണോ ചോദിച്ചോളൂ, ഞാൻ തന്നിരിക്കും. യുദ്ധം നോ ദേഹി രാജേന്ദ്ര, ഭഗവാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ യുദ്ധം നോ ദേഹി രാജേന്ദ്ര. ബാക്കി അതിനു മുമ്പേ വന്നവരെല്ലാം പല അളവിലുള്ള പണം, രത്നം ചോദിച്ചവർ, സ്വർണം ചോദിച്ചവർ, പശുക്കളെ ചോദിച്ചവർ, ഇതൊക്കെയാണ്. വയലുകൾ ദാനമായിട്ട് ചോദിച്ചവർ, പുരയിടം ചോദിച്ചവർ. ഇത് യുദ്ധം നോ ദേഹി രാജേന്ദ്ര, അല്ലയോ രാജേന്ദ്ര, ഞങ്ങൾക്ക് യുദ്ധത്തെ ദാനം ചെയ്താലും. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനൊരു ദാനം ഒരാൾ ചോദിക്കുന്നപ്പോഴാണ്. എങ്ങനെയുള്ള യുദ്ധം? ദ്വന്ദ്വശോ യതിമന്യസേ, ദ്വന്ദ്വയുദ്ധം, നേരിട്ടുള്ള യുദ്ധം, രണ്ടുപേര് തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം. അങ്ങ് അതിന് സമ്മതം ഉള്ളവനാണെങ്കിൽ, അങ്ങേക്ക് സമ്മതമുണ്ടെങ്കിൽ, യതിമന്യസേ, ഞങ്ങളോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാനായിട്ട് അങ്ങക്ക് തയ്യാറുണ്ടെങ്കിൽ, അങ്ങക്ക് മനസ്സിൽ വിചാരമുണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ ദ്വന്ദ്വയുദ്ധം ചോദിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് തരേണ്ടത്. ഇല്ലെങ്കിൽ അങ്ങ് ദാനം ചോദിച്ചവന് ദാനം കൊടുക്കാത്തവനായി തീരും. ഇനി ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾ ഈ 3 പേരിൽ ആരോട് വേണമെങ്കിലും അങ്ങേക്ക് യുദ്ധം ചെയ്യാം. ആരോട് യുദ്ധം ചെയ്യണമെന്ന് അങ്ങ് തീരുമാനിച്ചുള്ള, എന്നിട്ട് ആ ആളുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാം, അത് മതി. ആ ആളിനെ ജയിച്ചാൽ അങ്ങ് ജയിച്ചു, ഇല്ല ആ ആളാണ് ജയിക്കുന്നതെങ്കിൽ അയാൾ ജയിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധാർത്ഥികളാണ്, യുദ്ധം പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ അന്നകാംക്ഷികളല്ല. അന്നകാംക്ഷിണ, ഭക്ഷണം കഴിക്കാൻ വന്നവരല്ല. ഞങ്ങൾ ഇവിടെ വന്ന് അങ്ങ് തരുന്നതായ വിഭവങ്ങൾ, അതുപോലെ പണം, സമ്പത്ത്, ഇതൊക്കെ സ്വീകരിക്കാൻ വന്നവരല്ല, യുദ്ധം ആഗ്രഹിക്കുന്നവരാണ്. അങ്ങ് തന്നാലും ഞങ്ങൾ ആരെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അസോ വിർഗോദര, ഈ നിൽക്കുന്നവനുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഒരു വലിയ പർവ്വതം പോലെ ഒരാൾ നിൽപ്പുണ്ട്. ഇവൻ വൃഗോദരനാണ്. ഇവൻ ആരാ? പാർത്ഥൻ. ഈ വൃഗോദരൻ പാർത്ഥനാണ്, പൃഥയുടെ മകൻ, കുന്തിയുടെ മകൻ. കുന്തിയുടെ മകനാണ് ഇവൻ. ഇവൻ വൃഗോദരനാണ്, ഭീമനാണ്. പിന്നെയോ ഇവൻ അർജുനനാണ്, ഈ നിൽക്കുന്ന ഭീമസേനൻ്റെ അനുജനാണ്. ഇനി ഞാൻ ആരെന്ന് പറഞ്ഞുതരാം. അനയോർമാതുലേ അമ്മാം കൃഷ്ണം ജാനീഹി തേരിപും. പിന്നെ ഇവരുടെ 2 പേരുടെയും അമ്മാവൻ്റെ മകനാണ് ഞാൻ. ഇവരുടെ 2 പേരുടെയും അമ്മ കുന്തി, ആ കുന്തിയുടെ സഹോദരൻ വസുദേവർ, ആ വസുദേവരുടെ മകനാണ് ഞാൻ. എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ആരെന്നറിയോ കൃഷ്ണൻ? നിൻ്റെ ശത്രു. തേരിപും, നിൻ്റെ ശത്രു, നിൻ്റെ ശത്രുവായ കൃഷ്ണനാണ് ഞാൻ. ഞങ്ങളുടെ 3 പേരിൽ ആരെ വേണോ നീ എതിർത്തുകൊള്ള, യുദ്ധം ചെയ്തുകൊള്ള. അപ്പോഴേക്കും ജരാസന്ധൻ കൂടുതൽ ചിരിച്ചു. യുദ്ധം ചോദിച്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ യുദ്ധം തരാൻ തയ്യാറ്. ജരാസന്ധൻ പറഞ്ഞു, കൊള്ളാം, ഏതായാലും കൊള്ളാം. പണ്ട് എന്നെ കണ്ടിട്ട് ഓടിക്കളഞ്ഞവനല്ലേ, 17 തവണ തോപ്പിച്ച് ജരാസന്ധനെ മാത്രമാക്കി തിരിച്ചയച്ചതാ. ബലഭദ്രൻ ജരാസന്ധനെ കൊല്ലാനായിട്ട് കലപ്പയെടുത്ത് ചാടിയതാ. ചേട്ടാ വേണ്ട, എന്താ ഭീമന് വേണ്ടി വെച്ചിരിക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട എന്ന്. ഭീമന് വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ചേട്ടാ വേണ്ട, ഇപ്പോൾ വിട്ടേക്കുക, അവൻ പോട്ടെ. അത് ജരാസന്ധൻ മിണ്ടിയില്ല. കണ്ടോരു നേരത്ത് മിണ്ടൂതും ചെയ്യാതെ മണ്ടുവായല്ലോ നീ പണ്ടേ പോലെ. പണ്ട് നീ ഓടിക്കളഞ്ഞു, എന്നെ കണ്ട നേരത്ത് ഒരക്ഷരം മിണ്ടാതെ ഓടിക്കളഞ്ഞു. അതേപോലെ നീ വീണ്ടും ഓടിക്കളയും. അതുകൊണ്ട് നീ വേണ്ട.
നത്വയാ ഭീരുണായോത്സ്യേ, നീ ഭീരുവാണ് കൃഷ്ണ, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യല. കാരണം നീ ഓടിക്കളയും, പിന്നെ നിൻ്റെ പുറകെ ഞാൻ കിടന്ന് ഓടണം, അത് വേണ്ട. ഇനി ഈ അർജുനൻ, ഇവനൊരു കൊച്ചു കുട്ടിയാണ്. ഇവന് എന്നോട് യുദ്ധം ചെയ്യാനുള്ള പ്രായമായിട്ടുള്ള, അതിനുള്ള ത്രാണിയായിട്ടുള്ള, അതിനുള്ള ശാരീരിക ശേഷിയുമില്ല. അതുകൊണ്ട് ഇവനോട് ഈ അർജുനനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. ഞാൻ ആരോട് യുദ്ധം ചെയ്യാൻ തയ്യാറെന്നറിയോ? അർജുനോന ഭവേദ് യോദ്ധ. ഈ അർജുനൻ എന്നോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ കരുത്തുള്ള ഒരു യോദ്ധാവല്ല. ഭീമസ്തുല്യബലോ മമ. ഈ നിൽക്കുന്ന ഭീമ ഉണ്ടല്ലോ, യവൻ എനിക്ക് പറ്റിയ ഒരു എതിരാളിയാണ്. തുല്യബലനായിട്ടുള്ള വീരനായിട്ടുള്ള ഒരാളിനോടേ ഞാൻ യുദ്ധം ചെയ്യൂ. ദുർബലന്മാരോടും ഭീരുക്കളോടും യുദ്ധം ചെയ്തൊരു വിജയവും എനിക്ക് വേണ്ട. അതല്ല ജരാസന്ധനെക്കുറിച്ച് ലോകം അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 പേരിൽ, നിങ്ങൾ 3 പേരിൽ ഞാനിതാ ഭീമനെ സെലക്ട് ചെയ്യുന്നു. അവൻ കൊള്ളാം, നല്ല തടിയുണ്ട്, നല്ല ബലമുണ്ട്, അവനോട് ഞാൻ യുദ്ധം ചെയ്യാം. അങ്ങനെ യുദ്ധത്തിന് തീരുമാനമായി. അവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, അല്ലയോ ഭീമ, നിനക്ക് ഗദയിലാണല്ലോ പ്രാവീണ്യം, എനിക്കും ഗദയിൽ പ്രാവീണ്യമുണ്ട്, നമുക്ക് ഗദായുദ്ധം ചെയ്യാം. നീ ഗദ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ തരാം, ബാ. 3 പേരും കൂടെ വിളിച്ചുകൊണ്ട് പോയി തൻ്റെ ആ ആയുധ പുരയിൽ കൊണ്ടുപോയി. അവിടെ ഓരോ ഇനം ആയുധവും പ്രത്യേകം അടുക്കിയിട്ടുണ്ട്. ഗദ വിവിധ രീതിയിലുള്ള ഗദകൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. നിനക്ക് ഇഷ്ടമുള്ള ഗദ എടുത്തോ. ഭീമൻ ഒരു ഗദ എടുത്തു, തനിക്ക് പറ്റിയതെന്ന് തോന്നിയത്. ജരാസന്ധൻ വേറൊരു ഗദ എടുത്തു. കൊട്ടാരത്തിൻ്റെ വെളിയിൽ വലിയ ഒരു പടക്കളം. നാട്ടുകാർ മുഴുവൻ വന്നു. ഭയങ്കരമായൊരു സംഭവം ഇവിടെ നടക്കാൻ പോവാണ്. നാട്ടുകാർ മുഴുവൻ ചുറ്റും നിൽക്കുകയാണ്. ഭീമസേനനും ജരാസന്ധനുമായിട്ട് ഗദായുദ്ധം. ഈ ലോകം കണ്ടുള്ള ഏറ്റവും വലിയ മല്ലയുദ്ധവീരന്മാർ. അവർ അന്യോന്യം കൊല്ലാൻ വേണ്ടിയിട്ട് സർവ്വകരുത്തുമെടുത്ത് എല്ലാ യുദ്ധതന്ത്രങ്ങളും പ്രയോഗിച്ച് ഏറ്റുമുട്ടുന്നു. വൈകുന്നവരെ യുദ്ധം ചെയ്തു. ഭീമനും വാട്ടമില്ല, ജരാസന്ധനും വാട്ടമില്ല. സൂര്യൻ അസ്തമിച്ചാൽ യുദ്ധം നിർത്തും, അതാണ് അന്നത്തെ രീതി. അങ്ങനെ യുദ്ധം നിർത്തിയിട്ട് ജരാസന്ധൻ 3 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി കൊട്ടാരത്തിൽ. അവിടെ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതാണ് ഭാരതത്തിലെ വീരന്മാരുടെ രീതി. 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവിടെ ജരാസന്ധൻ കൊടുത്ത മുറിയിൽ അവരെല്ലാവരും 3 പേര് ഉറങ്ങി. ജരാസന്ധൻ്റെ മുറിയിൽ ജരാസന്ധനും ഉറങ്ങി. അടുത്ത പുലരിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഗദയും എടുത്ത്, ജരാസന്ധൻ കൊടുത്ത ഗദയും എടുത്ത് ഭീമനും, പിന്നെ ജരാസന്ധനും ഒരു ഗദയെടുത്ത് ജരാസന്ധനും നേരെ പടക്കളത്തിൽ. വീണ്ടും യുദ്ധം. അന്ന് വൈകുന്നേരം യുദ്ധം വീണ്ടും പഴയതുപോലെ ആവർത്തിക്കുന്നു. 27 ദിവസം യുദ്ധം ചെയ്തു. 2 പേരും ജയിക്കുന്നുമില്ല, പരാജയപ്പെടുന്നുമില്ല. അങ്ങനെയായപ്പോഴേക്കും 27-ാം ദിവസം വൈകുന്നേരം ആയപ്പോൾ ഭീമൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഇത്രയും ദിവസം ഞാൻ ശ്രമിച്ചിട്ടും ഈ ജരാസന്ധനെ വീഴ്ത്താൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ കുറേശ്ശെ തളർച്ച വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനെയായാൽ യുദ്ധത്തിൽ എങ്ങനെയാണ് ജയിക്കുക എന്ന് മനസ്സിലാവണില്ല. അതിനെന്താ മാർഗം, അങ്ങ് പറഞ്ഞു തരണം. ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. ജയം വേണോ, ഭഗവാനെ ശരണം പ്രാപിക്കണം. തൻ്റെ ബലം കൊണ്ട് ജയിക്കാൻ പറ്റൂല. ഭീമൻ അങ്ങനെ ഒരു സങ്കല്പവും ഇല്ല, എൻ്റെ ബലം കൊണ്ട് ജയിച്ചു കളയും, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാൻ പറഞ്ഞ കാര്യം, ഭഗവാൻ പറഞ്ഞ ജോലി, അതാണ് ഈ യുദ്ധം, അത് ചെയ്യാണ്. എന്നിട്ട് ആ യുദ്ധത്തിൽ ജയിക്കുന്നതും ഭഗവാനെ നീ തന്നെ വഴിയുണ്ടാക്കണം. എന്തായാലും വരട്ടെ, നാളത്തെ യുദ്ധമാവട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം 28-ാം ദിവസത്തെ യുദ്ധം. തകർത്ത് മുന്നേറി. മധ്യാഹ്നമായി, മധ്യാഹ്നം കഴിഞ്ഞു. ഭീമൻ ഇടയ്ക്ക് ഒന്നും നോക്കി ഭഗവാനെ എന്താ വേണ്ടതെന്ന്. ഭഗവാൻ അടുത്ത് നിന്ന് ഒരു മരത്തിൽ നിന്ന് ഒരു ചില്ല ഇങ്ങനെ ഒടിച്ചു. എന്നിട്ട് അതിനെ 2ആയിട്ട് കീറി, അങ്ങനെ അങ്ങിട്ടു, തിരിച്ചിട്ടു. അവിടെ ഭീമന് കാര്യം മനസ്സിലായി. ഭീമൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ആ ഗദാപ്രയോഗ വൈദഗ്ധ്യം കൊണ്ട് ജരാസന്ധനെ ആടിച്ചു വീഴ്ത്തി. ഒരു കാല് ചവിട്ടിപ്പിടിച്ച് മറ്റേ കാല് കൈകൊണ്ട് പിടിച്ച് വലിച്ച് 2ആയിട്ടങ്ങ് കീറി. നേരെ 2ആയിട്ട് മാറി. പണ്ട് അങ്ങനെയാണല്ലോ ഈ കുട്ടി പറന്നത്, കുഞ്ഞ് പറന്നത് അങ്ങനെയാണല്ലോ. ആ മാമ്പഴത്തെ 2ആയിട്ട് മുറിച്ച പത്നിമാർക്ക്
ജരാസന്ധൻ്റെ പിതാവ് കൊടുത്തതുകൊണ്ട് 2 ഭാഗമായിട്ടാണല്ലോ കുഞ്ഞ് പറഞ്ഞത്. പിന്നെ അതിനെ കൊണ്ട് കളഞ്ഞു, ജീവനില്ലാത്ത കുഞ്ഞെന്നും പറഞ്ഞ് കൊണ്ട് കളഞ്ഞു വരിക. കാരണം നേര് പകുതിയാണുള്ളത്. അപ്പോൾ ജര എന്നു പേരായ ഒരു രാക്ഷസി ഇത് കണ്ടിട്ട് അതിനെ രണ്ടിനെയും കൂടി എടുത്ത് ചേർത്തപ്പോഴാണ് ജരാസന്ധൻ ആയത്, ജര സന്ധിപ്പിച്ചത്. ജീവൻ വന്നു, ജര കൊണ്ടുവന്ന് രാജാവിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതേപോലെ രണ്ടായി വലിച്ച് വളർന്നു, രണ്ടായിട്ട് തിരിച്ചിട്ടു. അതായത് പ്രപഞ്ച ഉൽപ്പത്തിയുടെ ക്രമത്തെയാണ് ഇവിടെ പറയുന്നത്. പരമാത്മാവിൽ നിന്ന് മൂലപ്രകൃതി, അതിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരതത്വം, ഇത് ഉണ്ടായി വരുന്നതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തെ തിരിച്ചിടുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ അതുവരെ ശരീരമാണ് ഞാനെന്നുള്ള മിഥ്യാബോധം കിടക്കും. അതിനെ മാറ്റണമെങ്കിൽ ഇതിനെ തിരിക്കണം. അത് ലയത്തിൻ്റെ സമ്പ്രദായമാണ്. ശബരിമലയിൽ 18 പടി ചവിട്ടി കയറുന്നത് ലയമാണ്. നമുക്കിവിടെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം പ്രതിഷ്ഠയും പൂജയും സങ്കല്പവും എല്ലാം സ്ഥിതിക്രമത്തിലാണ്. സ്ഥിതി വിഷ്ണുവിൻ്റെ ചുമതലയാണ്, നമുക്കറിയാം. സ്ഥിതിക്രമത്തിലാണ് അവിടെ എല്ലാം. അതുകൊണ്ട് എല്ലാവർക്കും കുളിച്ച് ശുദ്ധമായിട്ട് നാമം ജപിച്ചുകൊണ്ട് ഏത് അമ്പലത്തിലും പോകാം. പ്രത്യേകിച്ച് വലിയ വ്രതമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ശബരിമലയിൽ മാത്രം വലിയ അനുഷ്ഠാനങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ലയക്രമത്തിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതാണ് ഈ 18 പടി. ആകെ 25 പടികളാണ്, 24 പ്രകൃതി തത്വങ്ങളും ഒരു പുരുഷതത്വവും. അതിലെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് നവംബർ മാസത്തിലെ ഹിന്ദു വിശ്വ എടുത്ത് വായിക്കുക. അതിനകത്ത് 1ാമത്തെ ലേഖനം നവംബറിലെ ഹിന്ദു വിശ്വ ഹിന്ദു പരിഷത്തുകാരുടെ മാസികയാണ്. അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. 1ാമത്തെ ലേഖനം ഇതാണ്. അതിൽ ഈ 18 പടികൾ, ആ താഴത്തെ 5 പടി സ്ഥൂല പഞ്ചഭൂതങ്ങൾ, അടുത്ത 5 പടി അത് 5 കർമ്മേന്ദ്രിയങ്ങൾ, അതിൻ്റെ അടുത്ത പടി 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ 15ആയി. 16ാമത്തെ പടി മനസ്തത്വം, 17ാമത്തെ പടി ഗന്ധതത്വം, 18ാമത്തെ പടി രസതത്വം. അങ്ങനെ 18 പടി. 19ാമത്തെ പടി രൂപതത്വമാണ്. അത് കയറിക്കൂടാ, അതാണ് അത് സോപാനത്തിലെ ആദ്യത്തെ പടി. 18 പടികൾ ഇവിടെയും, 6 5ഉം 1ഉമായിട്ട് 6 സോപാനത്തിൽ. ആ രൂപതത്വത്തിൽ കയറിക്കൂടെ, രൂപം ലയിക്കും. ലയിപ്പിച്ചാൽ കയറുന്നേ. ശരണം വിളിച്ച് ഈ വ്രത ശുദ്ധിയോടുകൂടി ശരണം വിളിച്ച് കയറുമ്പോഴത്തേക്കും ഇതിനെ, ഈ തത്വങ്ങളെ ലയിപ്പിച്ച് പോവാണ്. അങ്ങനെ രൂപതത്വത്തിൻ്റെ മുന്നിൽ 19ാം പടിക്ക് ഇപ്പുറം, സോപാനത്തിന് ഇപ്പുറത്ത് നിന്ന് നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സഗുണ സാകാരമായിട്ട് അയ്യപ്പനായിട്ട് കാണാം. അതാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ലയിപ്പിച്ച് കയറിപ്പോകുമ്പോഴേക്കും നമ്മിൽ അടങ്ങിയിരിക്കും. നമ്മിൽ ഈ 25 തത്വവും നമ്മിലുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യപ്പൻ അഥവാ നിർഗുണ നിരാകാര ബ്രഹ്മം അഥവാ വാസുദേവ കൃഷ്ണൻ അഥവാ ശിവൻ നാമായിട്ടിരിക്കുന്നു. ബാക്കി ഈ 24 പ്രകൃതി തത്വങ്ങളെ ലയിപ്പിക്കുമ്പോൾ ആ 25ാമത് തത്വം നമുക്ക് നേരിട്ട് കാണാം. ആ 25ാമത് തത്വത്തിൽ ലയിക്കാം. നമ്മൾ ഈ ശ്രദ്ധയോടുകൂടിയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മിലിരിക്കുന്ന ഈ 24 തത്വങ്ങളിലും അനേക ജന്മങ്ങളിലൂടെ നേടിവെച്ചിരിക്കുന്ന കർമ്മവാസനകൾ ലയിച്ച് പോകും. അതാണ് അവിടെ ചെന്ന് ഭഗവാനെ തൊഴുതു വരുമ്പോൾ വലിയൊരു സന്തോഷം, വലിയൊരു ആശ്വാസം, വലിയൊരു വളർച്ച നമുക്ക് ഉണ്ടായതായിട്ടുള്ള അനുഭവം വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ലയതത്വമാണ് അവിടെ. കൂടുതൽ വിശദമാക്കാൻ നിൽക്കുന്നില്ല, ആ ലേഖനം നോക്കിക്കൊള്ളുക. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പോകാത്തതിൻ്റെ കാരണം ഇതാണ്. ഈ കാലഘട്ടത്തിൽ അവരിൽ പ്രവർത്തിക്കുന്നത് സൃഷ്ടിക്രമമാണ്. പരമാത്മാവിൽ മൂലപ്രകൃതി, അതിൽ നിന്നിട്ട് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരതത്വം, ഇങ്ങനെ ആ സൃഷ്ടിക്രമമാണ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് പവിത്രമാണ്, ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ അമ്മമാർ ആദിപരാശക്തിയാണ്. നേരത്തെ പറഞ്ഞു ആദിപരാശക്തിയാണ് എന്ന്. നമ്മുടെ അമ്മ ആദിപരാശക്തിയാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ സൃഷ്ടിക്രമമാണ് ഈ കാലഘട്ടത്തിൽ. 10 വയസ്സിന് മുമ്പ് സൃഷ്ടിക്രമമില്ല, 50 വയസ്സിനപ്പുറം ചെല്ലുമ്പോഴും സൃഷ്ടിക്രമമില്ല. അതുകൊണ്ടാണ് 10 വയസ്സിന് താഴെയും 50 വയസ്സിനപ്പുറവും സ്ത്രീകൾക്ക് മാളികപ്പുറങ്ങൾക്ക് അവിടെ പോകാം. എന്നാൽ ഈ കാലഘട്ടത്തിനുള്ളിൽ സൃഷ്ടിക്രമം അവരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. മൂലപ്രകൃതിയുടെ പ്രവർത്തന ബന്ധാവാണത്. മൂലപ്രകൃതി നമ്മിലൂടെ പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് ഈ ലയക്രമത്തിൻ്റെ പടി ചവിട്ടാൻ പാടില്ല. സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ലയിപ്പിക്കുന്ന പ്രവൃത്തി തീയും വെള്ളവും പോലെ നേരെ വിപരീതമാണ്.
ഇത് പഴയ കാലത്തറിയാം. അതുകൊണ്ട് അന്നത്തെ നമ്മുടെ മുത്തശ്ശിമാർ ഈ കാലഘട്ടത്തിൽ അവിടെ പോകണ്ട എന്ന് വെച്ചാൽ അവർ പോകുന്നില്ല. പിന്നെ ആളുകളിത് മറന്നു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആളുകളിത് മറന്നു. എങ്കിലും ഈ കാലഘട്ടത്തിൽ പോവില്ല. അത് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ദൃഢനിശ്ചയമാണ്. അതാണ് ഈ കാലഘട്ടത്തിൽ അവിടെ ആളുകളെ കൊണ്ട് ചെല്ലാൻ വേണ്ടി, അങ്ങനെ വിപ്ലവം നടത്താൻ വേണ്ടി സംഘടിതമായി അധികാരശക്തി ദുർവിനിയോഗം ചെയ്തിട്ട് ഇവിടുത്തെ ഭരണകേന്ദ്രങ്ങൾ തന്നെ ഏറ്റവും കുൽസിതമായ മാർഗങ്ങളിലൂടെ ശ്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും നാമം ജപിച്ചുകൊണ്ട് അതിനെതിരെ ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരിമാരും നാമജപ ഘോഷയാത്രകൾ ചെയ്തത്. കാരണം അവർക്കറിയാം ഈ കാലഘട്ടത്തിൽ പോകാൻ പാടില്ല. എന്തുകൊണ്ട് എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ പേരിൽ ടി വിയിൽ ഒരുപാട് ചാനൽ ചർച്ചകൾ ചെയ്തു. ഇതാണ് കാരണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പല വിഡ്ഢിത്തങ്ങളും പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു, പലരും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. സത്യാനന്ദ സരസ്വതി സ്വാമികൾ കാണിച്ചു തന്നതാണിത്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ, എൻ്റെ ഗുരുനാഥൻ, കാണിച്ചു തന്നതാണ് കാരണം ഇതാണ് എന്ന്. അതാണ് ആ ലേഖനത്തിൽ എഴുതിയത്. അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അപ്പോഴാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നേരത്തെ പല പ്രസംഗങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞിട്ടില്ല. അത് ഈ ലേഖനത്തിൽ കൂടി വന്നു. അതിന് വേറെ ഒരുപാട് കാരണങ്ങളും സാങ്കത്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ലേഖനം വായിച്ചു കൊള്ളുക. അങ്ങനെ ഈ ലയക്രമം അത് ഈ ജരാസന്ധനെ ലയിപ്പിക്കുന്നു. ഭഗവാനിൽ സമർപ്പിച്ചാലേ അത് സാധ്യമാവുള്ളൂ. അവിടെ അയ്യപ്പനെ സമർപ്പിച്ചാണ് നാം പോകുന്നത്. കൃഷ്ണനെ സമർപ്പിച്ചാലേ സാധ്യമാവുള്ളൂ. ഭീമൻ അത് തന്നെ നിർവഹിക്കുന്നു. അങ്ങനെ ജരാസന്ധവധം കഴിഞ്ഞു. ജരാസന്ധൻ്റെ മകനെ രാജാവാക്കി. ആ രാജാക്കന്മാർ കാരാഗൃഹത്തിൽ കിടക്കുന്നവരെ മോചിപ്പിച്ചു. അവരെല്ലാവരും കൂടി ഓടി വരികയാണ്. അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉടനെ ചെയ്തു കൊടുക്കാൻ കൃഷ്ണൻ കൽപ്പനയായി. എന്നിട്ട് അവർക്ക് നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും കൊടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ഭഗവാനെ കാണുന്നു. അവർ ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾക്കിനി രാജാവായിരിക്കാൻ ആഗ്രഹമില്ല, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ കർത്തവ്യം രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാം ഈശ്വര കൃപയാണെന്നറിഞ്ഞ് വേദാന്തശാസ്ത്രത്തെ ജീവിതത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിലിരുന്ന് ജനങ്ങളെ മുഴുവൻ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കുക. അത് അവരെ ഏൽപ്പിച്ചയച്ചു എന്ന് മാത്രമല്ല, രാജസൂയം നടക്കുമ്പോഴേക്കും അങ്ങോട്ട് വരിക. എന്നിട്ട് ജരാസന്ധൻ്റെ മകൻ സഹദേവനെ അവിടെ രാജാവായിട്ട് വാഴിച്ചിട്ട് ഭഗവാൻ അർജുനനോടും ഭീമനോടുമൊപ്പം ഇങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു. അവിടെ ഗംഭീരമായിട്ട് രാജസൂയ യജ്ഞം തുടങ്ങി. ആ അവസരത്തിൽ ഏറ്റവും പ്രാധാന്യം ഏറിയതായ സ്ഥാനം, അഗ്രപൂജ ഒരാൾക്ക് കൊടുക്കണം. ആ വന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും മഹനീയനായ ആളിനെ അഗ്രപൂജ നൽകി സ്വീകരിക്കണം. ആരെയാ വേണ്ടത് എന്ന ഒരു ആലോചന അവിടെ വന്നപ്പോഴേക്കും സഹദേവൻ പറഞ്ഞു, വേറെ ആരെയുമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അഗ്രപൂജ അർഹിക്കുന്നത്. സഹദേവൻ്റെ വാക്യാണ്, അർഹതി ഹ്യച്യുത ശ്രേഷ്ഠ്യം ഭഗവാൻ സാത്വതാമ്പതി ഭക്തന്മാരുടെ മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ വാസുദേവൻ അച്യുതൻ, അദ്ദേഹമാണ് ഈ പൂജയ്ക്ക് അർഹനായിട്ടുള്ളവൻ. യേശവൈ ദേവത സർവ ദേശകാലധനാദയ, ഈ 33 കോടി ദേവന്മാരും ഇദ്ദേഹമാണ്. ഈ ലോകത്തിലുള്ള ദേശം, കാലം, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എല്ലാം, അതെല്ലാം ഈ ശ്രീകൃഷ്ണനാണ് എന്നറിയണം. നമ്മുടെ ഭാഗ്യം, അദ്ദേഹം ഇത് നടത്തിത്തരാനായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ രത്നപീഠത്തിലിരുത്തിയിട്ട് നമുക്ക് പട്ടാഭിഷേകം ചെയ്യണം എന്ന് മഹാജ്ഞാനിയായ സഹദേവൻ പറഞ്ഞു. ഉടനെ തന്നെ യുധിഷ്ഠിരൻ കൽപ്പനയായി. പാണ്ഡവന്മാരെല്ലാവരും കൂടി യഥായോഗ്യം ശ്രീകൃഷ്ണന് അഗ്രപൂജ നൽകി ആദരിച്ചു. അപ്പോൾ ഒരാൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചാടി എണീറ്റു. ആരാ? ശിശുപാലൻ, ചേതിയിലെ രാജാവ്. അയാൾ കൃഷ്ണൻ്റെ ബന്ധുവാണ്, പക്ഷേ കൃഷ്ണൻ്റെ ശത്രുവാണ്. സ്വഭാവം അങ്ങനെയായിപ്പോയി. അയാൾ കൃഷ്ണനെ ഭത്സിച്ചു. അപ്പോൾ അർജുനൻ വില്ലുമെടുത്ത് ചാടി, ഭീമൻ ഗദയും എടുത്ത് ചാടി, നകുല സഹദേവന്മാർ വാളും എടുത്ത് ചാടി, യുധിഷ്ഠിരൻ ശൂലവും എടുത്ത് ചാടി യുദ്ധത്തിന്. കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, നിങ്ങളാരും ഒന്നും ചെയ്യേണ്ട, ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഭഗവാൻ ഉടനെ തന്നെ ചക്രമെടുത്ത് ആ ശിശുപാലൻ്റെ കണ്ഠം ഛേദിച്ചു. ജയവിജയന്മാർ, ശാപം പറ്റിയ ജയവിജയന്മാർ, നമ്മൾ
ഭാഗവത്തിൻ്റെ തുടക്കത്തിലേ കാണുന്നുണ്ടല്ലോ, ആ ജയവിജയന്മാരാണ് ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായും പിന്നെ രാവണനായും അതേപോലെ കുംഭകർണനായും പിന്നെ ഇപ്പോൾ ശിശുപാലനായും ദന്തവക്ത്രനായും വന്നിരിക്കുന്നത്. 3 ജന്മങ്ങളിലും അവർക്ക് ഭഗവാൻ തന്നെ അവരുടെ കണ്ഠച്ഛേദനം ചെയ്ത് മോചനം കൊടുക്കാമെന്ന് ഭഗവാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതാ അതിൽ ഇനിയിപ്പോൾ ഒരു ദന്തവക്ത്രം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അത് ഇനി തുടർന്ന് നടക്കും ശിശുപാല വധവും. ശിശുപാലൻ്റെ ആ ശരീരത്തിൽ നിന്നിട്ട് ദിവ്യമായൊരു ജ്യോതിസ് ഉയർന്ന് എല്ലാവരും കാണക്കവേ ഭഗവാനിൽ വന്ന് ലയിക്കുന്നതും കണ്ടു. അതിഗംഭീരമായിട്ട് രാജസൂയ യജ്ഞം നടന്നു. ജരാസന്ധൻ്റെ യജ്ഞം നടന്നില്ല. ജരാസന്ധൻ്റെ യജ്ഞം തകർന്നുപോയി. ഭഗവാൻ തന്നെ തകർത്തു. രാജസൂയ യജ്ഞം, ഭഗവാനിൽ സമർപ്പിതമായ യജ്ഞം ഭഗവാൻ തന്നെ വന്നിരുന്ന് വിജയിപ്പിച്ചു. നമ്മുടെ ഏതൊരു കർമ്മവും ജയിക്കുന്നത് നാം ഭഗവാനെ മുൻനിർത്തി ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവത് പൂജയായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് നിർവഹിക്കുമ്പോഴാണ്. അങ്ങനെ നിരന്തരം കർമ്മങ്ങൾ ചെയ്യുവിൻ, നിരന്തരം കർമ്മങ്ങൾ ചെയ്യുവിൻ. ഇതാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്. അതാണ് രാജസൂയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ ഉപാസനാ പദ്ധതിയാക്കി മാറ്റാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന സാക്ഷാൽ മഹാദേവൻ്റെ പാർവതീ പരമേശ്വരന്മാരുടെ പാദപങ്കജങ്ങളിൽ, ഈ യജ്ഞവേദിയിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വാസുദേവകൃഷ്ണൻ്റെ പാദപങ്കജങ്ങളിൽ, വാസുദേവകൃഷ്ണൻ്റെ പാദപങ്കജങ്ങളിൽ, ഭഗവാൻ വേദവ്യാസൻ്റെ പാദപങ്കജങ്ങളിൽ, ഭഗവാൻ ശുഖബ്രഹ്മർഷിയുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം. ഇതുവരെ രാജസൂയം എന്ന